യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെയും 7-ാമത്തെയും വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. മതി. നല്ല വചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യേശു പറയുകയാണ്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. നിങ്ങൾ ഞാനാകുന്ന വഴിയിലേക്ക് വന്ന് ഞാനാകുന്ന സത്യത്തിലൂടെ ഞാനാകുന്ന ജീവനിലേക്ക് വന്ന് വേണം ഞാനാകുന്ന പിതാവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ എത്തുവാനായി. വഴി തെറ്റി നടക്കുന്ന ഒരു ജനതയോട് വഴി പറഞ്ഞു കൊടുക്കാൻ വന്ന ക്രിസ്തുവിനെയാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ വെളിപ്പെടുത്തുന്നത്. 3 രാത്രിയും ഒറ്റ പ്രസംഗമേ ഉള്ളൂ. യേശു ക്രിസ്തുവാണ് നമ്മുടെ സബ്ജക്റ്റ്. സ്തോത്രം. ഈ വാക്യത്തിലോട്ട് നമ്മുടെ ചിന്തകൾ കൊണ്ടുവരുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു തുടങ്ങിയിടത്തുനിന്ന് നിർത്തിയിടത്തുനിന്ന് ഇന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. കർത്താവ് ഈ ഭൂമി വന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം കർത്താവിൻ്റെ രാജ്യം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് കർത്താവ് ധാരാളം ഉപമകൾ എടുത്തു. ഉപമയ്ക്ക് കർത്താവ് എടുത്തതൊന്നും ആകാശത്തിലെ ഉൾക്കയൊന്നുമല്ല. കർത്താവ് ഉപമയ്ക്ക് എടുത്തത് കടുകുമണി, പുളിച്ച മാവ്, മീനിനെ പിടിക്കുന്ന വല, വയലിലെ നിധി, മുത്തന്വേഷിക്കുന്ന വ്യാപാരി, ഇവരെയൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ, നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ദൈവരാജ്യം എന്താണെന്ന് പഠിപ്പിക്കുവാൻ കർത്താവ് ഉപമകളായിട്ടെടുത്തത്. ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം മലയാളിക്കായിരിക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സായിപ്പിന് കടുക് എന്തുവാന്ന് അറിയത്തില്ല. നമ്മുടെ വീട്ടിലാണ് കടുകുള്ളത്. പുളിച്ച മാവ് എന്തുവാന്ന് സായിപ്പിന് അറിയത്തില്ല. പക്ഷെ നമുക്കറിയാവുന്ന പുളിച്ച മാവ് എന്തുവാ. വയലിലെ നിധി സായിപ്പിന് അറിയത്തില്ല. നമുക്കറിയാം വയലിലെ നിധി എന്താ. അപ്പം ഞാൻ എൻ്റെ പ്രസംഗ ഭാഷയെ പറഞ്ഞാൽ നമുക്ക് വേണ്ടിയാണ് ഈ ഉപമയെല്ലാം പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു രാജ്യത്ത് പോയി വെച്ച് വന്ന് ആ രാജ്യം എങ്ങനെയൊക്കെ നിങ്ങളോട് അവതരിപ്പിച്ചാലും കാണുന്ന പോലെ രാജ്യം നിങ്ങളുടെ അകത്ത് വരത്തില്ല. പക്ഷെ കർത്താവ് ഉപമകളിലൂടെ ആ രാജ്യം പ്രദർശിപ്പിക്കുക. സ്തോത്രം. എന്നിട്ട് കർത്താവ് പറയുക, നിങ്ങൾ എത്തേണ്ടത് എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലാണ്. 70-80 വർഷം കൊണ്ട് നമ്മളിവിടെ അവസാനിക്കും. അല്ലെങ്കിൽ 90 വയസ്സ് വരെ ജീവിക്കും, അല്ലെങ്കിൽ 100 വരെ ജീവിക്കും. അതിനപ്പുറത്ത് ജീവിക്കത്തില്ല. മരിച്ചവരെല്ലാം 6 അടി മണ്ണിൽ നീറി ഒടുങ്ങും. ഇപ്പം ആ മണ്ണുമില്ല, സെല്ല. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ സെല്ലും കാണുകയല്ല, സ്വിച്ചിട്ട് കത്തിക്കുന്ന പരിപാടി വരും. പക്ഷേ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചൊരു ദൈവവേദന പ്രത്യാശ മരണത്തിലല്ല, മരണത്തിനപ്പുറത്താണ്. ആ പ്രത്യാശയുള്ളവരെ കരമുയർത്തി ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. ആ പ്രത്യാശയ്ക്ക് ബൈബിൾ തരുന്ന പേരാ ജീവനുള്ള പ്രത്യാശ. അപ്പം ഞാൻ ഇന്നലെ പ്രസംഗിച്ച് നിർത്തിയിടത്തുനിന്നാണ് ഇന്ന് തുടങ്ങുന്നത്. ഇന്നലെ പ്രസംഗിച്ചു, യേശുവിനെ അറിയണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും നോട്ടം യേശു ക്രിസ്തുവിൽ ആകണം. താങ്ക് യു ലോർഡ്. കുറച്ച് പൈസ കിട്ടിയെന്ന് കരുതി നിങ്ങളുടെ നോട്ടം പൈസയിലാകരുത്. പൈസ പോകാൻ 5 കോടി രൂപ ബാങ്കിലുണ്ടെന്ന് പറഞ്ഞ് ഇളവുകയൊന്നും വേണ്ട. ഒരു കുഞ്ഞ് അസുഖം വന്നാൽ അത് ഒരു 6 മാസം കൊണ്ട് തീർന്നു കിട്ടും. സ്തോത്രം. 5 കോടി രൂപയും 4.25 കോടി രൂപയുടെ ഒരു അസുഖം കൂടെ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ പണമല്ല വലുത്, ആരോഗ്യമല്ല വലുത്, വസ്തുവല്ല വലുത്, വീടല്ല വലുത്, യേശുവാ വലുത്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അപ്പം നമ്മൾ ഇന്നലെ വായിച്ചു നിർത്തിയ ഒരു ഭാഗത്തു നിന്നാണ് ഇന്ന് വായിക്കുന്നത്. ഇന്നലെ യേശു ദൈവാലയത്തിൽ ചെന്ന് വചനം വിടർത്തി വായിച്ചപ്പോൾ ആലയത്തിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. അതായിരുന്നു ഇന്നത്തെ പ്രസംഗം. സ്തോത്രം. ആ എല്ലാവരുടെയും കണ്ണ് യേശുവിൽ പതിയപ്പെട്ടപ്പോൾ
യേശു 2 പ്രസംഗങ്ങൾ അവിടെ നടത്തി. ഒരു പ്രസംഗം ആ 2 വ്യക്തികളുടെ വിഷയമെടുത്ത്. ഒന്ന്, നമ്മൾ ഇന്നലെ വായിച്ച വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 26, 27 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യാഥാർത്ഥ്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയാക്കാരനായ നയമാൻ അല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. മതി, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. യഹൂദന്മാരോടാണ് പ്രസംഗിക്കുന്നത്, ജാതികളുടെ കാര്യമാണ് വെളിപ്പെടുത്തുന്നത്. സുവിശേഷം ഒരു കുടുംബത്തിലോ ഒരു മതത്തിലോ നിൽക്കാൻ യേശു ആഗ്രഹിക്കുന്നില്ല. സുവിശേഷം സർവ്വജനത്തിലും എത്തണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒരു 20 വർഷം മുമ്പൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു ചർച്ചിൻ്റെ ബോർഡ് കാണാൻ കൊതിക്കും. ഇപ്പോഴോ ബോർഡ് കണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ബോർഡ്. ചായക്കട ചായ കുടിക്കാൻ ചെന്നാൽ അതിൻ്റെ വേളി പ്രാർത്ഥന. ഗ്ലോറി. ഞാൻ ഈയിടെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പം അവരെന്നോട് പറഞ്ഞു, രമ്യ തിയേറ്റർ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്തുവാ രമ്യ? ഞാനവിടെ ചെന്നപ്പം തിയേറ്ററും പരിസരവും മുഴുവൻ ആളാ. അപ്പൊ എനിക്കൊരു ചമ്മല്, ആരോടേലും ഈ തിയേറ്റർ എന്തുവാന്ന് ചോദിച്ചാൽ എന്തുവാ, എന്നാ വിചാരിക്കും? ഇപ്പം ഞാൻ ഗ്ലാസ് താത്തപ്പോളെ പറഞ്ഞു, യോഗം ഇവിടാന്ന് പറഞ്ഞു, തിയേറ്ററിൽ. ഇപ്പം ഞാൻ ചെന്നപ്പം തിയേറ്ററും നിറഞ്ഞ്, വെളിയിൽ TV വെച്ച് അവിടവും നിറഞ്ഞ്, റോഡും നിറഞ്ഞ് ജനം നിൽക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ തിയേറ്ററിൻ്റെ മുതലാളി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അയാളോട് ഞാൻ ചോദിച്ചു, എത്ര വർഷം ഈ തിയേറ്റർ ഇവിടെ ഓടി? പുള്ളി പറഞ്ഞു, 40-45 കൊല്ലം ഓടി. ചുമ്മാ ചോദിക്കുവാണേ, ഇതുപോലെ ഒരിക്കലെങ്കിലും തിയേറ്ററിൽ നിറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സുവിശേഷം വന്നേ പിന്നെ നിറയാൻ തുടങ്ങി. അതിനുമ്പ് എത്ര നിറഞ്ഞാലും സീറ്റിംഗ് കപ്പാസിറ്റിയെ വരൂ. പക്ഷേ സുവിശേഷം വന്നേ പിന്നെ അകവും നിറഞ്ഞു, പുറവും നിറഞ്ഞു, റോഡും നിറഞ്ഞു. തിയേറ്ററുകൾ പ്രാർത്ഥനാ സ്ഥലങ്ങളായി കഴിഞ്ഞു. സ്റ്റേഡിയങ്ങൾ പ്രാർത്ഥനാ സ്ഥലങ്ങളായി കഴിഞ്ഞു. വീടിൻ്റെ മുകളിലത്തെ നില പ്രാർത്ഥനാ സ്ഥലമായി കഴിഞ്ഞു. പ്രിയന്റെ വരവിന് 10 വർഷം കൂടെ താമസമുണ്ടെങ്കിൽ ഇപ്പോൾ നീ വായിച്ച ബോർഡിനേക്കാൾ 1000 ബോർഡുകൂടെ കൂടുതൽ വായിക്കും. കാരണം ഈ രാജ്യം വളർന്നുകൊണ്ടിരിക്കുക, ഈ രാജ്യം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ രാജ്യത്തിൻ്റെ ശക്തി ഇവിടുത്തെ ഗവൺമെന്റിന് പോലും മനസ്സിലായിട്ടില്ല. അത്ര ഭയങ്കര ശക്തിയാണ് ഈ രാജ്യത്തിൻ്റെ ശക്തി. ചെറുടെ മനസ്സിലാക്കി തരുന്ന ഭാഗത്തോട്ട് നമ്മൾ വരാം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഈ രാജ്യം വെളിപ്പെടുത്താനാണ്. ഇനി യേശുവിൻ്റെ ശുശ്രൂഷ കേട്ടോണം. രാത്രി മുഴുവൻ പ്രാർത്ഥന, പകൽ മുഴുവൻ ശുശ്രൂഷ. എന്തുവാ? യേശു ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയവരെ ആദ്യം പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കാനാ പഠിപ്പിച്ചത്. പ്രസംഗിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, പ്രാർത്ഥിക്കാനാ പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ എല്ലാം പഠിക്കും. ഒരു നല്ല ഹല്ലേലൂയ. പിശാചിന് ഏറ്റവും എതിരുള്ള ആരാന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നവരെയാണ്. പ്രയറിൻ്റെ ശക്തി ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർ അറിയാതെ പ്രാർത്ഥിക്കും. നിങ്ങൾ ഒരിക്കലെങ്കിലും പ്രയറിൻ്റെ ശക്തി അനുഭവിച്ചിട്ടുണ്ടോ? ഞാനൊരു ചെറിയ ടെസ്റ്റിമണി നിങ്ങളോട് പറയാം, എന്നിട്ട് വചനം തുടങ്ങാം.
അമേരിക്കയിലെ ക്യാൻസർ രോഗത്തിന് വളരെ വിദഗ്ധനായ ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ മാർക്കെന്ന. ഗൂഗിളിൽ കയറി ഡോക്ടർ മാർക്കെന്നടിച്ചാൽ ഞാൻ പറയുന്ന ടെസ്റ്റിമണി നിങ്ങൾക്ക് അവിടെ വായിക്കാം. അദ്ദേഹത്തെ അമേരിക്കയിലെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു സ്റ്റേറ്റിൽ വെച്ച് ആദരിക്കാൻ തീരുമാനിച്ചു. ആദരിക്കൽ ചടങ്ങിലേക്ക് അമേരിക്കയുടെ ഒരറ്റത്തുനിന്ന് ഫ്ലൈറ്റ് കയറി അങ്ങേയറ്റത്ത് ആദരിക്കൽ ചടങ്ങിന് ഈ ഡോക്ടർ മാർക്ക് പോവുക. ഫ്ലൈറ്റിൽ കയറി 100-400 പേരുള്ള പടുകൂറ്റൻ ഫ്ലൈറ്റ് ആകാശത്തിലേക്ക് പറന്നുയർന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് എമർജൻസി ആയിട്ട് അടുത്ത എയർപോർട്ടിൽ ഇറക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരെയും ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കിയിട്ട് പറഞ്ഞു, ഈ ഫ്ലൈറ്റ് ഇനിയും പോകത്തില്ല. കാരണം വെതർ കണ്ടീഷൻ, ക്ലൈമറ്റ് കറക്റ്റല്ല, കൊടുങ്കാറ്റ് ആകാശത്തിൽ അടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഫ്ലൈറ്റ് യാത്ര പ്രശ്നമാകും. അതുകൊണ്ട് യാത്ര ഇവിടെ വെച്ച് നിർത്തുക. അദ്ദേഹം എയർപോർട്ടിൽ ചോദിച്ചു, ഇനി അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണ്? കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു, 3 ദിവസത്തേക്ക് ഫ്ലൈറ്റ് ഇല്ല. അദ്ദേഹത്തിന് ആദരിക്കൽ ചടങ്ങിൽ പോകണം. പല രാജ്യത്തു നിന്ന് പല ഡോക്ടർമാർ വന്നിരിക്കുക. ഇദ്ദേഹത്തെയാണ് ആദരിക്കുന്നത്. അദ്ദേഹം അവിടെ തിരക്കി, ഈ സ്റ്റേറ്റിലെത്താൻ റോഡ് മാർഗം എങ്ങനെ എത്താം? ഒരു റെൻ്റാക്കാർ എടുത്താൽ 5 മണിക്കൂർ കൊണ്ട് നീ പറയുന്ന സ്റ്റേറ്റിലെത്താം. പുള്ളിക്ക് സന്തോഷമായി. ഒരു റെൻ്റാക്കാർ എടുത്തു. 2 മണിക്കൂർ എയർപോർട്ടിൽ നിന്ന് ഓടിയപ്പോൾ പ്രകൃതിയിൽ അതേ കൊടുങ്കാറ്റ് ആകാശത്തിൽ നിന്ന് താഴോട്ടടിക്കാൻ തുടങ്ങി. വൃക്ഷങ്ങൾ കൊടുങ്കാറ്റിൽ മുകളിലോട്ട് പൊക്കി ചുഴറ്റി അടിച്ച് റോഡിലേക്ക് ഇടാൻ തുടങ്ങി. പുള്ളി വിറച്ചു പോയി. പുള്ളി വണ്ടി വഴിയിൽ റോഡിൽ കിടന്ന് വിറയ്ക്കുക കാറ്റുകൊണ്ട്. തൊട്ടടുത്ത വീടിനകത്തോട്ട് ഈ വണ്ടി ഓടിച്ചു കയറ്റി അതിൻ്റെ കാർപോർച്ചിലോട്ട് ഓടിച്ചെന്ന് ബെല്ലടിച്ച് പേടിച്ചു പോയി. ഒരു മദാമ വന്ന് വാതിൽ തുറന്നു. പുള്ളി പറഞ്ഞു, ഞാനിവിടെ ഒരു ഡോക്ടറാ. കൊടുങ്കാറ്റ് കണ്ട് പേടിച്ചു പോയി. ഇച്ചിരി നേരം വീട്ടിലിരുന്നോട്ടെ. പുള്ളിക്കാരത്തി പറഞ്ഞു, ഇരുന്നാട്ടെ. അദ്ദേഹം അകത്ത് കയറി ഒരു നല്ല കോഫി കൊടുത്തു. ഡോക്ടർ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരത്തിയുടെ ഫോണിലെ അലാറം അടിച്ചു. പുള്ളിക്കാരത്തി ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, പ്രാർത്ഥിക്കാൻ സമയമായി, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നു? ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ ദൈവവിശ്വാസി അല്ലതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. അവർ ആ മുറിക്കകത്ത് കയറി 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു. പ്രയർ കഴിഞ്ഞു വെട്ടി വേർത്തിറങ്ങി വന്നു. ആ മനുഷ്യൻ ഡോക്ടർമാർക്ക് എഴുതിയിരിക്കുക, പുറത്തടിച്ച കൊടുങ്കാറ്റിനേക്കാൾ ഭയങ്കരമായിരുന്നു ഈ സ്ത്രീയുടെ മുറിക്കകത്തെ പ്രാർത്ഥന. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? പറഞ്ഞു, ഡോക്ടർ, എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ, 18 വയസ്സുണ്ട്, അവൾ ക്യാൻസർ ബാധിച്ച് കിടക്കുക. ഈ സ്റ്റേറ്റിലെ മുഴുവൻ ഡോക്ടർമാരും നോക്കി. ഇവർക്ക് പറഞ്ഞു, ഇവർക്ക് ട്രീറ്റ്മെൻ്റ് ഇല്ല, ഇനി വല്ല രക്ഷയുണ്ടോ എന്നറിയാൻ ക്യാൻസർ രോഗത്തിന് ഒരു വിദഗ്ധനായ ഒരു ഡോക്ടറുണ്ട്. ആ പുള്ളിയെ കാണാൻ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോയിൻമെൻ്റ് എടുത്തപ്പം 6 മാസം കഴിഞ്ഞ ഡേറ്റാണ് കിട്ടിയത്. ഞാൻ പ്രാർത്ഥിച്ചത് ഈ വീക്കിൽ എനിക്ക് ആ ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻ്റ് കിട്ടണം. ആ ഡോക്ടർ ചോദിച്ചു, ആരെയാണ് നീ അന്വേഷിക്കുന്ന ഡോക്ടർ? ഞാൻ പറഞ്ഞു, ആ ഡോക്ടറുടെ പേര് ഡോക്ടർ മാർക്കെന്ന. ആ മനുഷ്യൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നീ അന്വേഷിക്കുന്ന ഡോക്ടർ ഞാനാണ്. കൊടുങ്കാറ്റിനല്ല ശക്തി, പ്രാർത്ഥനയ്ക്കാ ശക്തി. ആകാശത്തിൽ ഫ്ലൈറ്റിൻ്റെ ദിശ മാറ്റി ജീസസ് പ്രാർത്ഥിച്ചവൻ്റെ മുറിയിൽ ആ ഡോക്ടറെ എത്തിച്ചു കൊടുത്തെങ്കിൽ അങ്ങനെ ആ ഡോക്ടർ ദൈവവിശ്വാസിയായെന്ന ടെസ്റ്റിമണി. ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് വചനം തുടങ്ങാം. നിന്റെ വീട് ഓലപ്പരയാണെങ്കിലും, നിന്റെ വീട് മാർബിളാണെങ്കിലും, നിന്റെ വീട്ടിൽ പ്രയറുണ്ടോ, നിന്റെ വീട്ടിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവരുടെ അകത്തറിയാം, ഇത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രാർത്ഥന ആരുടെ ഉള്ളിലുണ്ടോ അവർക്കാണ് വിജയമുള്ളത്. യേശുക്രിസ്തു ആ പള്ളിയിൽ നിന്നോട് പ്രസംഗിക്കുക. ഏലിയാവിൻ്റെ കാലത്ത് നടന്ന കാര്യം ഞാൻ ഇന്നലെ പ്രസംഗിച്ചു. ഏലിശായുടെ കാലത്ത് നടന്ന കാര്യത്തിലെ ചില വാക്യങ്ങൾ പറഞ്ഞിട്ട് യേശു എന്ന വഴിയിലേക്ക് നമ്മൾ ഇന്ന് ചിന്തകൾ കൊണ്ടുപോകും.
എലീശ പ്രവാചകന്റെ കാലത്ത്, ആ 27-ാം വാക്യമാണെന്ന് തോന്നുന്നു, അവിടെ ഒന്ന് വായിക്കാം. അവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാൻ അല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. മതി. യേശുക്രിസ്തു പ്രസംഗിക്കുകയാണ്, എലീശ പ്രവാചകന്റെ കാലത്ത് പല കുഷ്ഠരോഗികൾ ഉണ്ടായിട്ടും നയമാനല്ലാതെ ആരും സൗഖ്യമായില്ല. സ്തോത്രം. ഇത് യേശു പ്രസംഗിക്കുക. പഴയ നിയമത്തിൽ നടന്ന സംഭവം ദൈവാലയത്തിൽ നിന്നുകൊണ്ട് യേശു വെളിപ്പെടുത്തി കൊടുക്കുക. കാരണം യഹൂദന്മാരോട് പറയുകയാണ്, സുവിശേഷം ഒരു വ്യക്തിയിൽ നിൽക്കത്തില്ല, ഇത് ദേശാന്തരത്തെ കയറി പിടിക്കാൻ പോകുകയാണ്. കാട്ടുതീ പിടിക്കുന്ന പോലെ സുവിശേഷം കയറി പിടിക്കും. വീട്ടിൽ ഒരാളെ പിടിച്ചാൽ മതി, 2 കൊല്ലം കഴിയുമ്പോൾ ആ വീട്ടിലെ 20 പേരെ പിടിച്ചിരിക്കും. ആ കുടുംബത്തിലെ, ഞാൻ ഒറ്റയ്ക്ക് യേശുവിനെ കണ്ടയാളാണ്. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലൊരു കൺവെൻഷനുള്ള ആൾക്കാരുണ്ട്. ഒരാളെ കയറി പിടിച്ചതാ, ഇങ്ങനെ കയറി പിടിക്കും എത്തി. ആരൊക്കെ കളിയാക്കിയാലും ഇതിൻ്റെ ശക്തി ഭയങ്കരമാണ്. എലീശ പ്രവാചകന്റെ കാലത്തും നടന്ന ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് എൻ്റെ ഉള്ളിൽ ബോധ്യം നിൽക്കുന്നുണ്ടായി വാക്യം എടുത്തേക്ക്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിലാണ് നയമാന്റെ ചരിത്രം വിവരിക്കുന്നത്. അരാം രാജ്യത്തിലെ സേനാധിപതിയായിരുന്ന നയമാൻ പരാക്രമശാലിയാണ്, പക്ഷേ കുഷ്ഠരോഗിയാണ്. സ്തോത്രം. ചിലവരത്തിലെ ഭയങ്കര പൈസ ഉള്ളവനാ, പക്ഷെ വിക്കുണ്ട്. ചിലവരത്തിലെ ഭയങ്കര കോടീശ്വരനാ, പക്ഷേ സോറിയാസിസ് അദ്ദേഹം മുഴുവൻ. എന്ന് പറഞ്ഞ പോലെ പരാക്രമശാലിയാണ്, പക്ഷേ കുഷ്ഠരോഗിയാണ്. ഇസ്രായേൽ യുദ്ധത്തിന് പോയപ്പം കവർച്ചപ്പടയായി പിടിച്ചോണ്ട് വന്നപ്പോൾ ഇസ്രായേലിലെ പെങ്കൊച്ചിനെ പിടിച്ചോണ്ട് വന്നു. എൻ്റെ ഭാവന ഞാൻ പറയുകയാണെ, നമുക്കൊക്കെ ഒരു ദിവസം 1-2 ഷർട്ട് മതി. രാവിലെ തൊട്ടിട്ടാൽ ഉച്ചയ്ക്ക് മുഷിഞ്ഞാൽ 4 മണിക്ക് വേറൊരെണ്ണം മാറിയിടാൻ. ഇവൻ ഓരോ മണിക്കൂറും ഷർട്ട് വേണം. അതിൻ്റെ കാരണം കുഷ്ഠം പൊട്ടിയിട്ട് ചലങ്ങളൊക്കെ വെളിയിൽ വരിക. ഈ പെങ്കൊച്ചിന് ഈ ഉടുപ്പ് നനയ്ക്കുന്ന ജോലിയാണ്. ഒരു ദിവസം നനച്ചോണ്ടിരിക്കുമ്പോൾ യജമാനത്തിയോട് പറഞ്ഞു, സ്തോത്രം, യജമാനനോട് പറ, ശമര്യ വരെ ഒന്ന് ചെല്ല്, അവിടെ ഒരു പ്രവാചകനുണ്ട്, അവിടെ ചെന്നാൽ സൗഖ്യമാവും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, സുവിശേഷം ചെറിയ കൊച്ചിനും പറയാം, വലിയവർക്കും പറയാം. അവസരം കിട്ടിയാൽ സുവിശേഷം പറയണം, യേശുവിനെ കുറിച്ച് പറയണം. ഇന്നലെ ഞാൻ ചോദിച്ച ആര് പറയുമെന്ന്, ഇവിടെ ചിലർ പറഞ്ഞ് പറയാമെന്ന്, പറഞ്ഞ ആരോടില്ല, മിണ്ടുന്നില്ല. സ്തോത്രം. നമുക്ക് ഹോട്ടലിൽ കയറി പറയാനുള്ളത് സുവിശേഷ. ഓ ഹല്ലേലൂയ. ഞാൻ ഈയിടെ ഒരു ഹോട്ടലിൽ കഴിക്കാൻ കയറി. കഴിച്ചുകൊണ്ടിരിക്കുമ്പം സപ്ലയറോട് പറഞ്ഞു, നല്ല ഭക്ഷണമായിരുന്നു, കുക്കിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പം ഷെഫിനെ കാണിച്ചു, അവൻ വന്നു. ഞാൻ പറഞ്ഞു, ഉഗ്രം ഭക്ഷണം, വലിയായിട്ട് കൊള്ളത്തൊന്നുമില്ല, എന്നാലും ഉഗ്രം ഭക്ഷണം. ഞാൻ പറഞ്ഞു, നിനക്ക് വലിയൊരു കൈപുണ്യം ദൈവം തന്നിട്ടുണ്ട്. ഈ ദൈവം പറയാനായി പറയുന്നു, നിനക്കൊരു വലിയ കൈപുണ്യം ദൈവം തന്നു. നീ ഇച്ചൂടെ ദൈവത്തെ വിളിച്ചാൽ നീ വലിയ ആളാവും. പുള്ളി ചോദിക്കോ, ഒന്ന് പ്രാർത്ഥിക്കാവോ? നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ആരെ കിട്ടിയാലും, തുണി നനയ്ക്കാൻ വന്നവർക്ക് തുണി നനച്ചു വീട്ടിൽ പോയാൽ പോരായോ? അല്ല, ശമര്യയിൽ ഒരു പ്രവാചകനുണ്ട്, അവിടെ ചെന്നാൽ യജമാനന്റെ ഈ ബാധ അഴിയും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ, അന്ന് എനിക്ക് ചർച്ചിന്റെ ചാർജില്ല. വെള്ളിയാഴ്ച പ്രസംഗിച്ചു, ശനിയാഴ്ച പ്രസംഗിച്ചു, ഞായറാഴ്ച പ്രസംഗിക്കണം. രാവിലെ 6 മണിക്കാണ് അവരുടെ ഫസ്റ്റ് സർവീസ്. ആ ഫസ്റ്റ് സർവീസ് തൊട്ട് എനിക്ക് പ്രസംഗിക്കണം. എൻ്റെ റൂമിനകത്ത് തന്നെ കോഫി ഇടാനുള്ള സൗകര്യമുണ്ട്. ഞാൻ കോഫി ഇട്ട് ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രാൻഡ് ന്യൂ ബെൻസ് ആ ചർച്ചിൻ്റെ മുമ്പിൽ വന്നു നിന്നു.
അതൊന്നൊരു മനുഷ്യരിറങ്ങി ജുബ ഊരി ഹാങ്ങറെ ഇട്ടു, ഒരു ടീഷർട്ട് എടുത്തിട്ടു, സിൽക്ക് മുണ്ട് മാറി ഒരു വൈറ്റ് ലുങ്കി എടുത്തു കൊടുത്തു, ഡിക്കി തുറന്നൊരു ബക്കറ്റും കോപ്പയും കുറച്ച് ഷാമ്പു ഒക്കെ ആയിട്ട് ചർച്ചിൽ വന്ന് കയറി. ചെയറെല്ലാം പറക്കി വെളിയിൽ കൊണ്ട് ഒരു മാറ്റിട്ടിട്ട് അതേ കൊണ്ടുവച്ചു. അതിനകത്തോട്ട് വെള്ളം കോരി ഒഴിച്ചു, സോപ്പ് പതയിട്ട് പതപ്പിച്ചിട്ട് അതെല്ലാം കഴുകി പുതിയ തൗവല് കൊണ്ട് മുക്കി തുടയ്ക്കുക. ഞാൻ മേളത്തെ നിലയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ പാസ്റ്റർ എനിക്ക് വേറൊരു കാപ്പിയും കൊണ്ട് വന്നു. പാസ്റ്ററോട് ഞാൻ ചോദിച്ചു, ഇതാരാ? പറഞ്ഞു, ഇവിടുത്തെ വിശ്വാസിയാ, പുള്ളിക്ക് നിർബന്ധമാണ് ഞായറാഴ്ച വെളുപ്പിനെ വന്ന് ചർച്ച് കഴുകണം. ഈ ടൗണിൽ 5 5 സ്റ്റാർ ഹോട്ടലുള്ളവനാ. പക്ഷെ രാവിലെ വന്ന് ചർച്ചും കഴുകി ബാത്റൂമും കഴുകി ക്ലീൻ ചെയ്തിട്ടേ പോകത്തുള്ളൂ. ആ മനുഷ്യൻ ഈ മനുഷ്യന്റെ ചരിത്രം പറഞ്ഞു. ഈ മനുഷ്യൻ ഒരിക്കൽ ചർച്ച് വരാൻ കാരണം ഇവ മീൻ വിൽക്കുന്നവനായിരുന്നു. അങ്ങനെ സൈക്കിളിൽ മീൻ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ചുഴലിബീനം വന്ന് താഴെ വീണു. തൊട്ടടുത്ത കടക്കാരൻ സോഡയൊക്കെ പൊട്ടിച്ച് മുഖത്തൊടിച്ച് ജീവൻ വന്നവർ പറഞ്ഞു, എടാ അവിടെ ഒരു ഉപദേശിയുണ്ട്, പോയി പ്രാർത്ഥിയില്ല, നിന്റെ ഈ അസുഖം മാറും. അങ്ങനെ അളിഞ്ഞ മീൻ നാറുന്ന കൈയോടെ അവൻ വന്ന് കയറി പാസ്റ്റർ അവൻ്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അവൻ സൗഖ്യമായി. അവൻ ആ ബിസിനസ് നിർത്തി ഹോട്ടൽ ബിസിനസ് തുടങ്ങി. ഇന്ന് 5 5 സ്റ്റാർ ഹോട്ടലിൽ ഉടമയാവുമ്പോഴും പണ്ട് ചർച്ച് കഴിയ ഓർമ്മയ്ക്ക് ഇന്നും കഴുകിക്കൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. കണ്ടോ, ആ കടക്കാരൻ കൊടുത്ത ഒരൊറ്റ സന്ദേശമായി ഇവനെ ഈ ലെവലിൽ എത്തിച്ചേ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് സന്ദേശം പറയാം. തകർന്നവർ, മുടിഞ്ഞവർ, ഇല്ലായ്മപ്പെട്ടവർ, പരാജയപ്പെട്ടവരോട് നീ വാ തുറന്ന് ഒരു വാക്ക് എൻ്റെ രക്ഷകനെ കുറിച്ച് പറഞ്ഞാൽ, നിന്റെ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവൻ നിന്നെ തേടി വരും ഇവിടെ. ഓ, എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? സുവിശേഷം നമ്മളിലൂടെ പരക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് സുവിശേഷം നമ്മളിലൂടെ പരക്കണം? ലോകം മുഴുവൻ യേശുവിനെ അറിയണം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഈ ദേഹം ചെന്ന് രാജാവിനോട് പറഞ്ഞ്, രാജാവെ ഒരു എഴുത്ത് തരണം. കാരണം ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന കൊച്ചു പറഞ്ഞു, ശമരിയയിൽ ഒരു പ്രവാചകനുണ്ട്, അവിടെ ചെന്നാൽ സൗഖ്യമാവും. രാജാവ് ഒരു എഴുത്ത് കൊടുത്തു. എഴുത്തിതാണ്, ഞാനൊരാളെ വിടുന്നു അവിടുത്തെ രാജാവിന്, സൗഖ്യമാക്കി തിരിച്ചു വിടണം. ആ അധ്യായത്തിൽ കഥ പോലെ കിടക്കുക, വായിക്കണ്ട. രാജാവ് എടുത്തു വായിച്ച ചുടുപ്പ് വലിച്ചു കയറി. എടാ, ഞാൻ എന്നാ ദൈവമാണോ? ഇത് യുദ്ധം ചെയ്യാൻ കാരണം തപ്പുക. കാര്യം ഏലീശ അറിഞ്ഞപ്പോ പറയാ, അവനെ എൻ്റെ അടുക്കൽ വിട്, എന്നാൽ ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് അവൻ അറിയും. കണ്ടോ ധൈര്യം? കണ്ടോ? ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, ഒരു രോഗിയെ കണ്ട് പ്രാർത്ഥിക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടാകണം. ഒരു പിശാച് ബാധിച്ചവനെ കണ്ടാൽ പ്രാർത്ഥിക്കാൻ ധൈര്യം ഉണ്ടാകണം. എത്ര പേർ അതിന് ആമീൻ പറയും? ഇന്ന് രാത്രി ഈ ഭൂമിയിൽ വ്യാപരിക്കുന്ന പൈശാചിക ആസക്തികൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ മാറണം. ഞാൻ മുമ്പോട്ട് വരുമ്പോൾ ആ ദൂതിലോട്ട് വരാം, ശ്രദ്ധിച്ചിരിക്കണം. രാജാവ് പറഞ്ഞു, ഉപദേശി ഇവിടെ അല്ല, ഉപദേശിയുടെ അഡ്രസ് തരാം, അവിടെ ചെന്നാട്ട്. അവിടെ ചെന്നപ്പോൾ ഉപദേശി പറയുക, യോർദാനിൽ പോയി 7 മുങ്ങി വെച്ച് വീട്ടിൽ പൊക്കോളാൻ. മിണ്ടുന്നില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം ഒരു ഡോക്ടർക്കും നിർണയിക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവാത്മാവിന് പരിഹാരം ഉണ്ടാക്കി തരാൻ കഴിയും. വിശ്വാസം ഉണ്ടല്ലോ? സ്തോത്രം ചെയ്യാവൂ. ഞാൻ ഇനി ദൈവമക്കളുടെ എണ്ണം ഇവിടെ കൂടുതലായോണ്ട് ഒരു ആത്മീയ ദൂതൂടെ പറയാം. ഒരു പ്രശ്നം നിനക്കുണ്ടാകുന്നതിന് മുമ്പ് അതിൻ്റെ പരിഹാരം നിന്റെ അടുക്ക നിപ്പുണ്ട്. യേശുവിനെ കണ്ടാൽ ആ പരിഹാരം നിനക്ക് തിരിച്ചറിയാം. ഈ സുവിശേഷ യോഗം വെക്കുന്നത് എന്തിനാ? നിന്റെ കുടുംബത്തിന്റെ ഗതികേട് മാറ്റാൻ കഴിയുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെന്ന്.
ഓ, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇസ്രായേൽ മക്കൾ ഒരിക്കലും ഒരു സ്ഥലത്ത് വന്നു, ദാഹിച്ചാ വരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഈ ദാഹിച്ചിട്ട് വെള്ളം കുടിച്ചാ വെള്ളത്തിന് വരെ എന്തോ ടേസ്റ്റാ. 7up കുടിച്ചു വെള്ളം കുടിച്ചാൽ വെള്ളത്തിന് വലിയ വിശന്നൊക്കെ വന്ന് വീട്ടിൽ നിശ്ചയില്ല. ചോറ് ഒരു 4 മണിയാകുമ്പം കഴിച്ചാലോ. ഞങ്ങളൊക്കെ ചോറ് കഴിക്കുന്ന ഭയങ്കര ടേസ്റ്റല്ല, കാര്യം എന്നും 4 മണിക്കാണ് കഴിക്കുന്നത്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, ഭയങ്കര ടേസ്റ്റാ വെള്ളം കുടിച്ച. ഇവര് വെള്ളം കുടിച്ചപ്പോൾ വെള്ളം കയ്പ. ഒരു കവിള് വെള്ളം വായിലൊഴിച്ചു, കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, ദാഹിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല. മോശെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ കയ്പ് മാറ്റാനുള്ള പരിഹാരം കാണിച്ചു കൊടുത്തു. കേട്ടോ, കഴിച്ച മാറയുടെ കരയിൽ പരിഹാരം മുളച്ചു നിൽക്കുക. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഇന്ന് രാത്രി ഒരു ആത്മീക ദൂതൂടെ പറയാം. നിന്നെ ഒത്തിരി വിഷമിപ്പിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് രാത്രി പരിഹാരം ഉണ്ടാക്കി തരാൻ യേശുവിന് കഴിയും. നിന്നെ ഒത്തിരി സങ്കടപ്പെടുത്തുന്ന വിഷയം, ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതെന്തോ ഈ രാത്രി ഒരു പരിഹാരത്തിന്റെ രാത്രിയാ. ഒരിക്കലും പരിഹാരം കിട്ടത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിന് ഇന്ന് രാത്രി ഇന്നത് ചെയ്താൽ നിനക്ക് ഇന്ന സൗഖ്യം ലഭിക്കും, ഇന്ന ഡെലിവറൻസ് ലഭിക്കുമെന്ന് നിനക്ക് ദൈവത്തിൽ നിന്ന്. ഓ, എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു പരിഹാരത്തിന്റെ ദിവസമാണ്. ഹല്ലേലൂയ. ഈ 2ാം രാത്രി നിന്റെ പ്രശ്നം യേശു പരിഹരിക്കട്ടെ. നിന്റെ പ്രശ്നം ദൈവം പരിഹരിക്കട്ടെ. ഓ, എത്ര ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. 2025 നീ തല കുനിക്കുന്ന വർഷമല്ല, നിന്റെ പ്രശ്നം ദൈവം. ഓ ലബല ഹദിദി ബിഗുഡമന. ഇതിനകത്ത് അസാധാരണമായ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുക. നിനക്ക് പരിഹാരം തരും, നിന്റെ കുഞ്ഞിന് പരിഹാരം തരും, നിന്റെ തലമുറയ്ക്ക്. ഓ, മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി. ആ വീട്ടിൽ ചെന്നപ്പം ഭയങ്കര രാജകീയ സെറ്റപ്പ് ഉള്ളൊരു വീടാണ്. അവിടുത്തെ മൂത്ത മോൻ ഇറങ്ങി വന്ന് കൈ തന്നു, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോൻ എന്തോ പഠിച്ചാവും? വിദ്യാഭ്യാസമൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തുവാ ജോലി ചെയ്യുന്നത്? പറഞ്ഞു, എനിക്ക് ജോലിയില്ല, ഞാൻ ജോലി ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചു, എന്നാ ജോലി ചെയ്യാത്ത? ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. രണ്ടാമത്തവൻ വന്നു, നീ എന്നാ പഠിച്ച? എഞ്ചിനീയറിങ് കഴിഞ്ഞ, ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നില്ല. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അവരുടെ വല്യമ്മച്ചി പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളുടെ ഈ ദേശത്ത് വെള്ളം നല്ലതില്ല. ഞങ്ങൾക്കൊരു 14 സെന്റ് ഭൂമിയേ ഉള്ളായിരുന്നു, അതിനകത്തൊരു കിണർ കുത്തി. നല്ല വെള്ളത്തിൻ്റെ ഉറവയാണ്. ഒരു ദിവസം 400 ടാങ്കർ വെള്ളം വിൽക്കും. അതാ ഞങ്ങളുടെ വരുമാനം. നമ്മൾ വെള്ളം കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പം ഈ അമ്മച്ചി വെള്ളം വിറ്റ് കാശ് വാങ്ങിക്കുക. എടാ, നിനക്ക് രക്ഷപ്പെടാൻ ദൈവം ഒരു വഴി കാണിച്ചു തന്നാൽ അതിനെ തടയാൻ ആർക്കും പറ്റുകയില്ലെന്നേ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? എനിക്കെന്തോ പരിശുദ്ധാത്മാവ് തരുന്നൊരു ബോധ്യം പറയാം. ഒരിക്കലും ഒരു സൊല്യൂഷൻ ഇല്ലെന്ന് പറഞ്ഞ വിഷയത്തിന് ദൈവം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ പോവാ, ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ പോവാ. ഓ, ചില പ്രവാചക വാക്കുകൾ, ചില ദൈവദാസൻ യേശുവിന്റെ നാമത്തിൽ ഒരിക്കലും ഒരു 55 വയസ്സുള്ള ഒരു മനുഷ്യൻ എന്നെ കണ്ടു. അദ്ദേഹം എന്നെ കാറിൽ കൊണ്ടുപോകുക ഒരു സ്ഥലത്തോട്ട്. അപ്പം ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ യേശുവിനെ കണ്ടേ? പുള്ളി പറഞ്ഞു, ഞാൻ 19ാമത്തെ വയസ്സിൽ സൗദി അറേബ്യ പോയതാണ്. 45 വയസ്സ് വരെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി. നാട്ടിൽ വന്നു, പക്ഷെ ഒരു ചെറിയ വയറുവേദന.
കണ്ട ആശുപത്രി എല്ലാം പോയി മൊത്തം എടുത്ത് സ്കാൻ ചെയ്തു. എത്ര സ്കാൻ ചെയ്തിട്ടും രോഗം പിടികിട്ടുന്നില്ല. പാസ്റ്ററെ, 2.5 കോടി രൂപയ്ക്ക് അടുത്ത് എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ചെലവാക്കി. ഞാൻ 30 കിലോ ഉള്ളവനായി വില്ല് പോലെ വളഞ്ഞു പോയി, കഴിക്കാൻ പറ്റുകയില്ല. ആ നാളുകളിൽ ഞങ്ങളുടെ അടുത്തൊരു പെന്തിക്കോ സഭയുണ്ട്. ആ സഭയിൽ ഒരു പാസ്റ്റർ സ്ഥലം മാറി വന്നു. പാസ്റ്റർ വെല്ലുമച്ചി പാല് തപ്പി വന്നപ്പം എൻ്റെ വീട്ടിലെ വരുമാന മാർഗമില്ലാത്തതുകൊണ്ട് പശുവിനെ വളർത്തുന്നുണ്ട്. അമ്മച്ചി പാല് വാങ്ങിക്കാൻ വന്നപ്പം ഹസ്ബൻഡ് എന്ത് എന്ന് ചോദിച്ച ആ സ്ത്രീയോട്. പുള്ളി വയറുവേദന കൊണ്ട് വളഞ്ഞു കിടക്കുവാന്ന് പറഞ്ഞു. അമ്മച്ചി കൈക്ക് പിടിച്ചോണ്ട് പറഞ്ഞു, വാ മോനെ, എൻ്റെ മോൻ ഉപദേശി, അവൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാവും. ചെന്നപ്പോൾ ഉപദേശി രാവിലെ 1 ഗ്ലാസ് ജീരകവെള്ളം കുടിക്കുക. അമ്മച്ചി പറഞ്ഞു, മോനെ, ഇവന് വയറുവേദനയാ വർഷങ്ങളായിട്ട്. സ്തോത്രം. കുടിച്ചോണ്ടിരുന്ന ജീരകവെള്ളം മേപ്പോട്ട് ഉയർത്തി പ്രാർത്ഥിച്ചു ചോദിച്ചു, അച്ഛൻ കുടിച്ചോളാൻ പറഞ്ഞു. ആ മനുഷ്യൻ കുടിച്ചേച്ച് വീട്ടിൽ പോയി. പുള്ളി പറയാം, അന്ന് എൻ്റെ വയറുവേദന പോയി. ചോദ്യം, 2.5 കോടിക്ക് ട്രീറ്റ് ചെയ്തിട്ട് പോകാത്ത വിഷയത്തിന്റെ പരിഹാരം പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്റെ അകത്ത് തെളിഞ്ഞു. നിന്റെ വസ്തുവിലെ ദോഷം, വീട്ടിലെ ദോഷം, കുടുംബത്തിലെ ദോഷം, ശാപതുല്യമായ പ്രശ്നങ്ങൾ ഇന്ന് രാത്രി പരിഹാരം തരുന്ന ഒരേ ഒരു പുസ്തകമുണ്ടെങ്കിൽ വചനമാ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് നീ തിരിച്ചു നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നിനക്ക് ചില പരിഹാരങ്ങൾ ഉണ്ടായി വരട്ടെ, ഉണ്ടായി വരട്ടെ, പരിഹാരങ്ങൾ ഉണ്ടായി വരട്ടെ. ഇനി ആ ഭാഗം ഞാൻ നിർത്തുക. ഈ നയമാൻ ഇഷ്ടപ്പെട്ടില്ല ഏലിശായുടെ ഇടപെടൽ. വിചാരിച്ച എലിശ വരുന്നുണ്ടെ കൊണ്ട് കൈ കൊടുത്തു, പ്രൈസ് ദി ലോർഡ്, എവിടുന്നാ വരുന്നേ, രാജാവ് ഫോൺ ചെയ്തായിരുന്നു എന്നൊക്കെ പറയുമെന്നാ വിചാരിച്ച്. ആളെ വിട്ടേച്ച് പറഞ്ഞു, അവനോട് പറ, ജോർദാനിൽ പോയി 7 മുങ്ങി വെച്ച് വീട്ടിൽ പോയി. പുള്ളി ചാടിക്കയറി വണ്ടിയുടെ ഡോറൊക്കെ അടച്ചു. ഭൃത്യന്മാര് പറഞ്ഞു, കുഞ്ഞു കാര്യമല്ലേ പറഞ്ഞ്, മാതൊന്ന് മുങ്ങിയച്ചങ്ങ് പോയാ പോരായോ. ഉണ്ട് മിണ്ടുന്ന് ഒരുത്തരം മുക്കാൻ വരുന്ന പാടേ. ജോർദാനിൽ പോയി മുങ്ങുക, ഒന്ന് മുങ്ങി പൊങ്ങി, ഒരു മാറ്റവും ഇല്ല. ഭൃത്യം കൈകൂപ്പുക, ഒന്നുകൂടെ മുങ്ങി. 6 മുങ്ങിയപ്പം ഭൃത്യം പറഞ്ഞു, ഒറ്റ പ്രാവശ്യം കൂടെ മുങ്ങിയാ മതി. പുള്ളി പറയാം, നിനക്ക് വേണ്ടി ഞാൻ മുങ്ങുക. 7 മുങ്ങി പൊങ്ങിയപ്പോൾ ബാലകന്റെ ശരീരം പോലായി. ഞാനൊരു കാര്യം നിന്നോട് പറയാം, നിന്നെ അലട്ടുന്ന പ്രശ്നത്തിന് പരിഹാരം ദൈവത്തിൽ നിന്നേ ഉള്ളൂ, ദൈവത്തിൽ നിന്നേ ഉള്ളൂ, യേശുവിൽ നിന്നേ ഉള്ളൂ. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? യേശു ഇത് പ്രസംഗിച്ചപ്പോഴേ നിങ്ങൾ കൈയടിച്ച പോലെ പള്ളി കയ്യടി ഉണ്ടായില്ല. പള്ളിയിൽ എന്താ നടന്നതെന്ന് കേട്ടോണം. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം പള്ളി നടന്നുകൊണ്ട് അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ 28-ാം വാക്യം 4:28. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കൈയടിക്കും, പക്ഷെ യേശു പ്രസംഗിച്ച പള്ളി ഇരിക്കുന്നവന് കോപമുള്ളൂ. പ്രസംഗം ഒരാളെ സുഖിപ്പിക്കുന്നതല്ല, പ്രസംഗം ഒരുവനെ നേരായ വഴിയിൽ കൊണ്ടുവരുന്നതാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ട് അവനെ പട്ടണത്തിന് പുറത്താക്കി. കാണിക്കാതെ 28 മുതൽ വായിര്. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു അവനെ പട്ടണത്തിന് പുറത്താക്കി. അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം. യേശുവിനെ പുറത്താക്കിയെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ അങ്ങനെ തന്നെ. യേശുവിനെതിരെ ആളെഴുന്നേറ്റെങ്കിൽ നിനക്കെതിരെ ആളെഴുന്നേക്കും. പട്ടണത്തിന്റെ അറ്റത്ത് കൊണ്ടുപോയി തലകീഴായി തള്ളിയിടാൻ ശ്രമിച്ചു, പക്ഷേ അവൻ അവരുടെ നടുവിലൂടെ പോയി.
ഇത്രയും പറഞ്ഞപ്പോൾ അവിടെ കൂടെ പറയേണ്ടിയിട്ട. വിശ്വസിക്കാമെങ്കിൽ ഒരു ആത്മീക സന്ദേശം പറയാം. നിന്നെ മറിക്കാൻ നോക്കുന്നവൻ്റെ നടുക്കൂടെ പോണം. യേശു ഒരിക്കൽ ശിഷ്യന്മാരെ വിട്ടപ്പം ദൈവദാസന്മാരുടെ എണ്ണം ഇവിടെ കൂടുതലാണല്ലോ, അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. യേശു ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ പറഞ്ഞു, ചെന്നായ്ക്കട നടുവിൽ ആടുകളെ പോലെ നിങ്ങളെ അയക്കും. എങ്ങനെയാ? ചെന്നായ്ക്കട നടുവിൽ. ഇവിടെ കൺവെൻഷൻ വെച്ചേക്കുന്ന മുഴുവൻ ചെന്നായും കൂടി ഇന്ന് രാത്രി നാഷണൽ പെർമിറ്റ് ലോറിയെ കയറ്റി സ്തോത്രം കന്യാകുമാരി കൊണ്ട് തട്ടാനല്ല. കർത്താവ് പറഞ്ഞ നിന്നെ കടിച്ചു കീറുന്ന ചെന്നായുടെ മുമ്പിൽ ഒരാടിനെ പോലെ ഞാൻ നടത്തി കാണിക്കാവുന്ന. അതാ എൻ്റെ ദൈവം. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യ. കലിതുള്ളുന്ന അന്ധകാര ശക്തികളുടെ നടുവിലൂടെ നിന്നെ ദൈവം നടത്താമെന്ന് ദാവീദ് പറയാ. എന്റെ ദൈവത്തിന് ഇഷ്ടമറിയാമോ? ശത്രുക്കളുടെ മുൻപാകെ അവൻ വേശ ഒരുക്കുന്ന ദൈവമാണ്. എത്ര പേർ മനസ്സിലാക്കുന്നു? തകർക്കുമെന്നും തീർക്കുമെന്നും ഇല്ലായ്മപ്പെടുത്തുമെന്നൊക്കെ വാദിക്കുന്നവരുടെ മുമ്പില് പോട്ടെ, അതൊക്കെ വിടാം, ദൂതിലേക്ക് വരാം. നമ്മുടെ കണ്ണ് യേശുവിൽ നിന്ന് പറയരുത്. നോട്ടം ക്രിസ്തുവിലാകണം. കർത്താവിനെ വിളിക്കാൻ ഇറങ്ങി. എൻ്റെ സ്ഥിതിയൊക്കെ മാറി. ഓലപ്പരയായിരുന്നു. ഇപ്പം ഞാൻ മാർബിളിട്ട വീടാ. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചർച്ചുകാർ കേട്ടോണമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നിന്റെ ദേഹത്ത് ഗദരദേശത്ത് കയറിയതിനേക്കാൾ വലിയ സാധനമുണ്ട്. പിണങ്ങരുത്, ദൂതിലോട്ട് വരുക. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. നമ്മളാകുന്നത് കൃപയാല. എല്ലാവരും ഒന്ന് പറഞ്ഞ, ഞാനാകുന്നത് കൃപയാലാന്നൊന്ന് പറഞ്ഞേ. ഒന്ന് ഉറക്കെ പറഞ്ഞ, ഞാനാകുന്നത്. അയ്യോ, ഇവര് മിണ്ടത്തില്ലയോ പാസ്റ്ററെ? അത് പാസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ? ഈ കുറച്ചേ പറയാവും. ഒന്ന് പറഞ്ഞ, ഞാനാകുന്നത് കൃപയാലാന്ന്. ഇപ്പൊ ഒത്തു വരുന്നുണ്ട്. നമ്മളാകുന്നത് കൃപയാല. ഞാൻ ഇനി വാക്യത്തിലോട്ട്. അപ്പൊ നമ്മുടെ കണ്ണ് ദൈവത്തിൽ നിന്ന് മാറരുത്. ഞാൻ ഇന്നലെ പറഞ്ഞു വിട്ടൊരു വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് ദൂതിലോട്ട് വരാം. 123 സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ. ജീസസ്. സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എന്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഒരു ദൈവ പൈതലിന്റെ കണ്ണ് മനുഷ്യനിൽ പതിയരുത്, ക്രിസ്തുവിലെ പതിയാവും. അതുകൊണ്ടാ പറഞ്ഞേ, മനുഷ്യരിൽ ആശ്രയിക്കരുത്. സഹായിക്കാൻ കഴിയാത്ത പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കണം. ഗ്ലോറി. നിന്നെ വലിയവനാക്കുന്നത് ദൈവാശ്രയമാണ്. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുക. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച്. ഇവൻ പറയാ, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ ഞങ്ങളുടെ കണ്ണ്, ഞങ്ങളുടെ ദൈവം കൃപ ചെയ്യുവോളം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ഇന്ന് ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം ലഭിച്ചിട്ടല്ലാതെ നീ ഇവിടെ എഴുന്നേക്കരുത്. ദൈവത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ചിട്ടല്ലാതെ ഈ പ്രയർ നിർത്തരുത്. സഹായം ദൈവ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ പോലെ നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തണം. ഒരാമയും പറഞ്ഞാട്ട്. ഇന്നിവിടെ വന്നത് ഈ യോഗം നടത്തുന്ന ചർച്ചിനെ ഉയർത്താനല്ല, പ്രസംഗകനെ ഉയർത്താനല്ല,
നല്ല മ്യൂസിക് ടീമിനെ ഉയർത്താനല്ല. ഞങ്ങളെല്ലാം പുറകില, ഒരാളെ മുമ്പിലുള്ളൂ. അവന്റെ പേര് ഏക സത്യ ദൈവമായ ക്രിസ്തു. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ പ്രസംഗപീഠം ഞാൻ ഒറ്റയ്ക്ക് പൊക്കാൻ എന്നാ പാടാ, പൊങ്ങുന്നില്ല. എന്നാ ഞങ്ങൾ ഈ സ്റ്റേജേ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാം കൂടെ പൊക്കിയാലോ? എന്തോ 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 സംഭവിക്കുക വെച്ചാ പൊങ്ങും. ഇതുപോലെ 10 വിരലും പിടിക്കണ്ട, ഇവരെല്ലാം ഓരോ വിരല് കൊടുത്താൽ മതി, ഇത് പൊങ്ങും. നിങ്ങളെ എല്ലാം ഇവിടെ വിളിച്ചു കൂട്ടിയത് ഒരാളെ ഉയർത്തിപ്പിടിക്കാനാ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞ, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്യ, അത് നിനക്ക് മാനം വരുത്തും. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി കയ്യടിയും പാട്ടുമെല്ലാം ഒരു കാര്യം കാണിക്കുക, യേശുവിനെ ഉയർത്തുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവർ പാടിക്കൊണ്ടിരുന്നു. കാലുകല്ലിൽ തട്ടിപ്പോൾ അതൊന്നുകൂടെ പാടണം കേട്ടോ. ഇച്ചിരി കഴിയുമ്പോഴേ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. ഇപ്പം പാടാൻ പോയ സമയം പോകുന്നതുകൊണ്ടാണ് പാടിക്കാത്തത്. പക്ഷെ പാടും അതിന്ന്, എത്ര നേരം പോയാലും പാടും. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. മോശ മരുഭൂമിയിൽ ഈ പഴയ നിയമം മുഴുവൻ നെടല, പുതിയ നിയമം പൊരുള. പഴയ നിയമത്തിൽ നടന്ന എല്ലാ സംഭവത്തിനും പുതിയ നിയമത്തിൽ പൊരുളുണ്ട്. അടിക്കപ്പെട്ട പാറ ക്രിസ്തുവാ. അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന്റെ മോറിയയിലെ യാഗം ക്രിസ്തുവിന്റെ കാൽവറി യാഗം. ഗ്ലോറി. മോശ മരുഭൂമി സർപ്പത്തെ ഉയർത്തി, അത് ക്രിസ്തുവിനെ കാണിക്കുക. ഇസ്രായേൽ മക്കളുടെ അഗ്നിസർപ്പം ഇറങ്ങി. ഉടനെ ദൈവം പറഞ്ഞു, ഒരു പിച്ചർ സർപ്പം ഉണ്ടാക്കി നാട്ടാൻ പറഞ്ഞു. സ്തോത്രം. ഏതവനെയും അഗ്നിസർപ്പം കടിച്ചാൽ അവൻ പിച്ചർ സർപ്പത്തെ നോക്കണം, നോക്കിയാൽ ജീവിക്കും. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരിക്കുക ജനം. 2 കൂട്ടരുണ്ട്, കടിക്കല്ലേ 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 എന്ന് പറഞ്ഞ് താപ്പോട്ട് നോക്കി നടക്കുന്നത്. വേറൊരു കൂട്ടറിനെ മേപ്പോട്ട് നോക്കി പറയാം, ആര് വേണമെങ്കിലും കടിച്ചോ, ഒരു കുഴപ്പമില്ല. എൻ്റെ കാരണം ഇത് വേണം ദൈവമക്കൾ ചെയ്യാൻ. നോട്ടം യേശുവിലാകണം. ദാവീദ് പറഞ്ഞു, ഞാൻ എപ്പോഴും ദൈവത്തെ എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഇന്ന് ഈ ദൂത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് മുമ്പിൽ ദൈവം പോകട്ടെ, നിനക്ക് മുമ്പിൽ ദൈവം യാത്ര ചെയ്യട്ടെ. ഓ യേശുവിന്റെ നാമത്തില് അവൻ നിനക്ക് മുമ്പിൽ മൂവ് ചെയ്യട്ടെ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ആർക്കൊക്കെയോ വഴി തെളിയാൻ പോകുകയാ. യേശു നിനക്ക് മുമ്പില്. വഴിയെ കുറിച്ച് പറയാം. ദൈവത്തിൽ നോക്കിയാൽ ഉണ്ടാകുന്ന 36 ഗുണങ്ങൾ ബൈബിളിലുണ്ട്. അത് പറയാൻ പോയ ഇന്ന് അതാകും ഇവിടെ പ്രസംഗം. പക്ഷെ ഒരു ഗുണം ഇന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതൊരു സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ്. 34-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. കാണാതറിയാവുന്ന വാക്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. 34-ാം സങ്കീർത്തനം ജീസസ് 5-ാമത്തെ വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സങ്കീർത്തനക്കാരൻ പറയുക, നോട്ടം ദൈവത്തിലാണെങ്കിൽ നീ ഇരുളാകത്തില്ല, നീ പ്രകാശിക്കാൻ തുടങ്ങും. വിശ്വാസത്തോടൊരു ചോദ്യം ചോദിക്കട്ടെ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിന്റെ ചുറ്റുപാടുകളുടെ നടുവിൽ ഒന്ന് പ്രകാശിക്കണമെന്ന്? ഗ്ലോറി ടു ഗോഡ്. നിന്റെ കൂടാരത്തെ മൂടിക്കിടക്കുന്ന ഇരുളിന്റെ കറുത്ത മേഘങ്ങളെ ഇന്ന് രാത്രി കീറി മുറിച്ചുകൊണ്ട് നിന്റെ നോട്ടം ദൈവത്തിലേക്ക് പതിഞ്ഞാൽ, എവിടൊക്കെയോ പൈശാചിക തലങ്ങൾ
ഇന്ന് രാത്രി കീറി മാറുകയാ. ദൈവത്തിന്റെ തേജസ്സുള്ള സുവിശേഷം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഈ സുവിശേഷം തേജസ്. ഈ ബൈബിളില് വെളിച്ചം യേശു ക്രിസ്തുവിനെ കാണിക്കുക, ഇരുട്ട് പിശാചിനെ കാണിക്കുക. വെളിച്ചം യേശു ക്രിസ്തുവിനെ കാണിക്കുക. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ ആരും ഇരുട്ടിൽ നടക്കാൻ പാടില്ല, അവൻ ജീവന്റെ വെളിച്ചമുള്ളവനാകണം. നിങ്ങൾ നോക്കിയ ഇപ്പൊ ഈ ഹാലജന്റെ കീഴെ വന്നിരുന്നപ്പോഴേ നമുക്കൊക്കെ ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എന്നാൽ ഇവിടെ 10 മണിയാകുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ? സൗണ്ടുകാരെ ഈ ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്യും. അന്നേരം ഇരുട്ട് എന്തോ ചെയ്യുമെന്നറിയാവോ? ഇതിനകത്ത് കയറും. ഇരുട്ട് കയറാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, നിന്നിൽ കത്തിയ പ്രകാശം അണയാതിരിക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിച്ചോ. ഒത്തിരി കുടുംബങ്ങളെ പൈശാചിക ശക്തി ഇരുട്ടിൽ ഒതുക്കാൻ നോക്കുമ്പോൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുന്ന യേശു ഇന്നിവിടെ വന്നിട്ടുണ്ടെന്നേ. ചില ശരീരങ്ങളിൽ നിന്ന് ദുഷ്ടശക്തികൾ ഇന്ന് രാത്രി പടിയിറങ്ങണം. നിന്റെ നിത്യത നഷ്ടമാക്കുന്ന, സ്വർഗരാജ്യം നഷ്ടമാക്കുന്ന, ആത്മീക വെളിപ്പാട് നഷ്ടമാക്കുന്ന ആ പൈശാചിക ശക്തി, ഓ ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ധാരാളം ഭൂതങ്ങളുണ്ട്. ഈ ബൈബിള് പഠിക്കുമ്പം ഒരു ഭൂതമുള്ളവരുണ്ട്, 7 ഭൂതമുള്ളവരുണ്ട്, 6000 ഭൂതമുള്ളവരുണ്ട്. ഒരു ഭൂതമുള്ളവരുണ്ട്, 7 ഭൂതമുള്ളവരുണ്ട്, 6000. നിങ്ങൾക്ക് എന്തോ പറ്റി മൗനത? നിങ്ങളുടെ കാര്യമല്ല, ബൈബിളിലെ കാര്യമാണ്. ഈ ഭൂതത്തിന് ശരീരമില്ല, എന്തില്ല? പക്ഷെ ഭൂതത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ജീവനുള്ളതിൽ മാത്രമേ ഭൂതങ്ങൾ പ്രവേശിക്കത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ദൈവമക്കളോട് പറയാം, ഒരിക്കലും നിങ്ങളിൽ ഭൂതങ്ങൾ പ്രവേശിക്കരുത്. ഒരാമയും പറയണം. ഒരിക്കലും നിങ്ങളിൽ എന്ത് പ്രവേശിക്കരുത്? പ്രവേശിച്ചാൽ അത് നിന്നെ നശിപ്പിച്ചിട്ടേ പോകും. സ്തോത്രം. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഞാൻ പറയാം, ഇവിടെ ഇറങ്ങുന്നത് തേജസ്സിന്റെ സുവിശേഷമാണ്. ഇരുട്ടിനെ കീറി മാറ്റുന്ന സുവിശേഷമാണ്. യാതൊരു ദുഷ്ടശക്തികൾക്കും നിന്നിലോ നിന്റെ കുടുംബത്തിലോ, മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അല്പം കഴിയുമ്പോൾ നോക്കിക്കോണം, ചില ശരീരങ്ങളിൽ അസ്വസ്ഥതകൾ ആരംഭിക്കും. അതിന്റെ കാരണം ഇതിനകത്ത് ദൈവത്തിന്റെ കൈ ഇറങ്ങി നിൽക്കുക. ഈ 2ാമത്തെ രാത്രി നിന്നെ വിടുവിക്കാൻ പോവാ ദൈവം. നിത്യതയുടെ വെളിപ്പാട് നിന്റെ അകത്ത് കത്താൻ പോവാ. പാപത്തിന്റെ ശക്തികളെ ഓ ശമനഹദനവ. ഞാൻ ഒരിക്കലൊരു വീട്ടിൽ ചെന്നപ്പം അവിടുത്തെ അച്ചായൻ എന്നെ സ്വീകരിച്ചിരുത്തി. കിച്ചണിലോട്ട് പറഞ്ഞു, മോളെ. അച്ചായൻ അമ്മാമ്മയെ വിളിക്കുന്ന മോളെ എന്നാ. നല്ല പ്രായമുണ്ട് 2 പേർ. മോളെ, പാസ്റ്റർ വന്നു, ചായ കൊണ്ടുവന്നാട്ട്. നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കാൻ 10 മിനിറ്റ് മതി, 30 മിനിറ്റായിട്ട് വരുന്നില്ല. പിന്നെയും വിളിച്ചു, ചായ ആയോ? ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ ഈ രാജാക്കന്മാരെ വരുന്ന പോലെ ഒരു വണ്ടിയേൽ ചായയും സ്നാക്സും ഈന്തപ്പഴവും ഉണക്കമുന്തിരിയൊക്കെ വെച്ചോണ്ട് വരുന്നു. നല്ല ചിരിയോട് ആൻറ്റി വന്നു.
വലിയ ജഗ്ഗിനകത്തു നിന്ന് കപ്പ് സോസറും കയ്യിലെടുത്ത് പിടിച്ച് ചായ ഒഴിക്കാൻ നേരത്തെ എന്നോട് പറയാ, നിന്നെ ഞാൻ ചായ കുടിപ്പിക്കാടാ. ഞാനവിടെ കൈകെട്ടിരുന്ന് പറഞ്ഞു, ഭൂതങ്ങളുടെ ചായ നമ്മൾ കുടിക്കുകയല്ല. ആരും മിണ്ടുന്നില്ലല്ലോ. ഭൂതം ഇപ്പം വഴിയെ നടക്കുന്ന പിച്ചക്കാരൻ്റെ ദേഹത്തൊന്നുമല്ല, അടിപൊളി വീടുകൾക്കകത്താ. മനസ്സിലായി വരുന്നില്ലേ? അവരാ ചായ മുഴുവൻ നിലത്തൊഴിച്ചു പെടഞ്ഞ ആ ചായക്കകത്ത് വീടും. ഇന്ന് നീ ദൈവകൃപ പ്രാപിച്ചാൽ, നീ വഴിയെ നടന്നു പോയാൽ ദുർഭൂതങ്ങൾ വ്യക്തികളെ വിട്ടുപോകണം. അത്ര ദൈവകൃപയുടെ വ്യാപരിക്കണം. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന, ഇന്ന് ഞാൻ രാവിലെ ട്രിവാൻഡ്രത്ത് പ്രസംഗിച്ച വെള്ളയമ്പലം പഞ്ചായത്ത് ഹാളിൽ എന്നെ കാണാൻ, പേഴ്സണലി കാണാൻ 31ഓളം ആൾക്കാർ വന്നു. അതിനകത്ത് 4 പേര് വന്നതിൻ്റെ പിമ്പിൽ 18 വയസ്സിനും 24 വയസ്സിനും ഇടയ്ക്ക് മയക്കുമരുന്നുമായി പിടിച്ച് ജയിലിൽ കിടക്കുന്ന പിള്ളേരുടെ പേരൻസാ വന്നു. 31 പേർക്കകത്ത് 4 പേര് കാണാമെന്നതേ. അവരുടെ 4 ഒരു ബന്ധവുമില്ല, 4 ദിക്കിന്ന് വന്നവരാ. 4 പേരും റിമാൻഡ് ചെയ്തേക്കാ ചെയ്തു. വയസ്സ് 17നും 24നും ഇടയ്ക്ക്. കണ്ടോ, ഈ ഭൂമി പൈശാചിക ശക്തികൾ പാപത്തിന്റെ ആസക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയാണ് നിനക്ക് ദൈവകൃപ വേണ്ടത്. ഇവിടെയാണ് നിനക്ക് ദൈവകൃപ വേണ്ടത്. ഇന്ന് രാത്രി ഞാൻ യുദ്ധം ചെയ്യുന്നത് പൈശാചിക തലങ്ങളോടാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. നിന്റെ വീട്ടിലത് വരാൻ പാടില്ല, നിന്റെ സന്തതിയിലത് വരാൻ. Thank you Holy Spirit, thank you Holy Spirit, thank you Holy Spirit, thank you Holy Spirit. ഇവിടെ ചെറുപ്പക്കാര് പിള്ളേര് പാടുന്ന കണ്ടപ്പം, അല്ല നിങ്ങളുടെ ഒന്നും വീട്ടിൽ ആമ്പിള്ളാരില്ലയോ? അലമ്മമാരും ഇതുപോലെ ഡ്രസ് ഇട്ട് വന്ന് കണ്ടില്ല? അതോ ഇവിടെ ഇല്ലയോ? അങ്ങനെ പറയ നോക്ക പറയട്ടെ. ഒരു പാസ്റ്റർ കടമ അറിയാവോ? പിള്ളേരെ ഇവർക്കൊന്നും വലിയ ട്യൂണൊന്നും ഉണ്ടായിട്ട് ആണോ? അല്ല. പിന്നെ ഒരു പരുവത്തിന് നമ്മളങ്ങ് നിങ്ങളെപ്പോലെ ട്യൂണില്ല, എന്നാലും ഞങ്ങൾ എന്നേലും പാട്ടുകാരാവും. നിങ്ങൾ ശ്രദ്ധിക്കണം. ട്യൂണില്ലേ അപ്പനും അമ്മയും ജയിപ്പിക്കുന്ന കാരണം വീട്ടിൽ പാടിക്കും. രാവിലെയും പാടും, വൈകിട്ടും പാടും. കുടുംബ പ്രാർത്ഥനയുള്ള ഒരു കൈവക്കാൻ ഞാൻ പറയുന്നില്ല, അത് നാണംകേടായോണ്ട. എത്ര പേര് കൈവക്കുമെന്ന് അറിയത്തില്ലല്ലോ. രാവിലെ പാടണം, വൈകിട്ട് പാടണം, ചർച്ചിൽ പാടണം. ഇല്ലല്ലോ പറയാം. 19 വയസ്സാകുമ്പം നിന്റെ കൊച്ച് കാനഡായി പോവും. ചോദ്യം, ഇവിടെ പാടാത്തവൾ അവളെ പാടുവോ? മറുപടി പറ. പാടാത്തിവക്ക് പാടാത്ത ചെറുക്കനെ എല്ലാം കിട്ടത്തുള്ളൂ. അവനും അവളും പാടിയില്ല, അവരുടെ പിള്ളാരോ? പിടികിട്ടിയോ? ഞങ്ങൾ പാടാൻ വിളിക്കുമ്പോൾ ഞങ്ങളെ കൊഞ്ഞനും കൊന്നിട്ട് കാര്യമില്ല. കണ്ട മിണ്ടുന്നില്ല. അതുകൊണ്ടാ ഉപദേശിമാര് പറയുന്ന പോലെ ദൈവമക്കൾ കേൾക്കണം. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, അവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലെന്ന് മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഈ രാജ്യത്തിന് വേണ്ടി ആര് പാടും? ഈ ദൈവത്തിന് വേണ്ടി ആര് നിൽക്കും? അവരെ ആ ദൈവത്തിന് വേണ്ടിയേ. നിന്റെ ഒരു തലമുറയുടെ മേൽ പോലും പിശാച് കയറരുത്. എഫേസ്യരിൽ എഴുത്ത പൗലോസ് പറയാ, പിശാചിന് ഇടം കൊടുക്കരുത്. ഞാൻ ആ ഭാഗവും വിടുക. അവങ്കലേക്ക് നോക്കിയവർ, പ്രകാശിതരായി. ഒട്ടും ആശങ്ക വേണ്ട.
കണ്ണ് പറിക്കാതെ നോക്കിക്കോ, നീ ലജ്ജിക്കത്തില്ല, നീ പ്രകാശിക്കും. ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിച്ച നിർത്തിയ നിന്റെ വീട് ചുറ്റുപാടുകളുടെ ഭവനങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രകാശിക്കാൻ പോവുക. യെശയ്യാ പ്രവചിക്കുക, എഴുന്നേറ്റ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ രാത്രി ഗ്രൗണ്ട് ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുക. ഇന്ന് രാത്രി നിന്റെ വീട് പ്രകാശിക്കാൻ പോവുക. നിന്റെ വീടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുർമന്ത്രങ്ങളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് കെട്ടഴിഞ്ഞു പോകുമ്പോൾ, ഓ യേശുവിന്റെ നാമത്തില് നിന്നെ ആത്മീകത്തിൽ മുന്നോട്ട് വിടാത്ത, പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്ത, വിശുദ്ധിയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത, വിശ്വാസം പറയാൻ അനുവദിക്കാത്ത, ആത്മാവിൽ കുതിക്കാൻ അനുവദിക്കാത്ത സകല ദുഷ്ടയാധിക്യങ്ങളും ഇന്ന് രാത്രി ചിലരുടെ ശക്തിപ്പെടുന്നുണ്ട്. അവർക്കറിയാം ആത്മാവിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുക. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഓ യേശുവിന്റെ നാമത്തില് നീ ഇന്നിവിടെ ആരാധിക്കുമ്പോൾ നിന്റെ സന്തതി ഇരിക്കുന്നിടത്ത് ആ വിടുതൽ വ്യാപരിക്കണം. നിന്റെ വീടിനകത്തളൻ കൃപ കൃപ കൃപ. കൺവെൻഷൻ ആരാധിച്ചെന്ന് കരുതി കുഴപ്പമില്ല. ഇന്ന് രാത്രി ആ പ്രകാശം നിന്റെ വീടിനെ മൂടുകയാ. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. നിന്റെ സന്തതിയെ റൂട്ട് തെറ്റിക്കുന്ന അന്ധകാരം ഇന്ന് രാത്രി വഴിമാറട്ടെ. ഇന്നിവിടെ പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുക. നിന്റെ സന്തതി യഥാർത്ഥ റൂട്ടിൽ വരാൻ പോവാ. എഴുതിയിട്ടോ ഈ കൺവെൻഷന്റെ സെക്കൻഡ് എരയെ കടിച്ചു വലിക്കുന്നത് പോലെ നിന്റെ സന്തതിയെ കടിച്ചു വലിക്കുന്ന പൈശാചിക സിംഹതുല്യമായ ശക്തികൾ ഇന്ന് രാത്രി പിടിവിടുക. നിന്റെ ശരീരം ഹീലാകട്ടെ, നിന്റെ മനസ്സ് ഹീലാകട്ടെ. Lord, 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 Lord. ചില സന്തതികൾ വിടുവിക്കപ്പെടുന്നല്ലോ, ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നല്ലോ. കലിതുള്ളിയ ദുർവ്യാപാരങ്ങൾ, എത്ര രക്തം കുടിച്ചിട്ടും കലി തീരാത്ത രക്തദാഹിയായ പിശാച് ഇവിടെ താണ്ഡവ നൃത്തമാടുമ്പോൾ അതിനെ ജയിക്കുന്ന ഒരു രക്തം. കൃപ 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 കൃപ. ആരാധിക്കുന്നവരെല്ലാം കൂടെ ചേർന്നൊന്ന് ആരാധിച്ചേ. എനിക്കെന്തോ ഹോളി സ്പിരിറ്റ് എന്നോട് പറയുന്നു, ഒരു വൃക്ഷത്തെ പിടിച്ചു കുലുക്കുമ്പോൾ പക്ഷിക്കൂട്ടം പറന്നു പോകുന്ന പോലെ നിന്റെ വീടിനെ മൂടിയ അന്ധകാരം. കൃപ കൃപ. ചില ശരീരങ്ങളിൽ പിശാചുക്കൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നിന്നെ നശിപ്പിക്കുന്ന പിശാച്, നിന്റെ നന്മയെ മുടക്കിയ പിശാച് ഇന്ന് നിന്റെ ശരീരത്തിൽ നിന്ന് ഫ്രീ ആകട്ടെ. ചില ശരീരങ്ങൾ ഫ്രീ ആകുക. നീ ഇന്ന് നോക്കിക്കോ, നീ തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോ നിന്റെ വീട്ടിൽ നിന്ന് ജലങ്ങി ഇറങ്ങി ഓടണം. നിന്റെ വീട്ടിലെ പ്രാർത്ഥനാന്തരീക്ഷത്തെ തകർത്ത, നിന്റെ വീട് യുദ്ധക്കളമാക്കിയ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ഗുണം, നിന്റെ ചുറ്റുപാടുകൾ നോക്കി നിൽക്കെ നീ പ്രകാശിക്കാൻ തുടങ്ങും. ആത്മീക പ്രകാശം. യേശുവിൻ്റെ നാമത്തില്
ആ ഭാഗം ഞാൻ വിടുക. ഇനി എന്നെ ശ്രദ്ധിക്കണം. യേശു പറയുക, ഞാൻ ആ വഴി. കർത്താവ് പഠിപ്പിക്കുക, പിതാവിൻ്റെ രാജ്യത്തിൽ നീ എത്തണം. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈ ഉയർത്തി കാണിക്കാവോ? ഇങ്ങനല്ല, ഇങ്ങനെ എന്തുവാ ഇച്ചിരി ഉള്ളതെന്നാണോ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കൈതാത്തിട. ശ്രദ്ധിക്കണം. നമ്മളിവിടെ എന്നാ കാണിച്ചാലും സ്വർഗത്തിൽ പോയില്ലേ ഒരു പ്രയോജനവും ഇല്ല. ഞാൻ കണ്ട കൺവെൻഷൻ എല്ലാം പ്രസംഗിച്ചു സ്വർഗത്തിൽ പോയിരുന്നാലോ? എൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് സന്തോഷമായി. ഇവര് കണ്ട പാട്ടെല്ലാം പാടിയിട്ട് സ്വർഗത്തിൽ പോയിരുന്നാലോ? ഒരു പ്രയോജനം ശരിയല്ലേ? ആ, എന്നെ പറഞ്ഞുകൊണ്ടാ അവർക്ക് സന്തോഷം, ഞങ്ങളെ പറഞ്ഞുകൊണ്ടാ നിങ്ങൾക്ക് സന്തോഷം. ശ്രദ്ധിച്ചിരിക്കണം. ഒരു വാക്യം കൂടെ വായിക്കണം, പിന്നെ വായിച്ചില്ലെങ്കിൽ ഞാൻ പറയാം. മത്തായി എഴുതിയ സുവിശേഷം. ഇതെല്ലാം ഞങ്ങൾക്ക് കാണാതെ പറയാൻ ഞങ്ങൾ പ്രസംഗകരാണ്. ഈ വാക്യം ഉണ്ടെന്ന് കാണിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇപ്പോഴേലും നീ പുസ്തകം ഒന്ന് തുറക്കുമെന്ന് വിചാരിച്ച. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-14 വചനങ്ങൾ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. യേശു പഠിപ്പിക്കുക, ഇടുക്കമുള്ള വാതിലിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അതുകൊണ്ടാണ് ഇന്ന് യോഗ ഇവിടെ വെച്ചേ. അത് കണ്ടെത്തുന്ന ഒരു ഒത്തിരി ആയിരുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ യോഗം വെച്ചത്. അതല്ലേ നമ്മളിവിടെ വെച്ചേ. ഇത് കണ്ടെത്തുന്നവർ ചുരുക്കം. ജീവങ്കലേക്കുള്ള വഴി. ഈ പലതും നമ്മൾ വേണ്ടാന്ന് വെക്കാൻ കാര്യം. മദ്യപാനം നമ്മൾ വേണ്ടാന്ന് വെച്ചില്ലയോ? മദ്യപാനം വേണ്ടാന്ന് വെച്ചില്ലയോ? അവിടെ മിണ്ടുന്നില്ലല്ലോ. വേണ്ടാന്ന് വെച്ചില്ലയോ? ഉപയോഗിക്കുന്നില്ലല്ലോ. സിഗരറ്റ് വലി വേണ്ടാന്ന് വെച്ച എന്തുകൊണ്ടാ? മോഷണം വേണ്ടാന്ന് വെച്ച എന്താ? വ്യഭിചാരം വേണ്ടാന്ന് വെച്ച എന്നാ? സ്വർഗത്തിൽ പോകേണ്ടിയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം. അതും പാപവും ദൈവകൃപയും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുക. ആരേലും അങ്ങനെ ബാലൻസ് ചെയ്യുന്നവരുണ്ട്, മോനെ ഓടുകയല്ല, വണ്ടി ഉടനെ നിൽക്കും. ഗ്ലോറി. പാപം വിട്ടവനെ കൃപ അനുഭവിക്കാൻ പറ്റും. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. പൂർണ്ണമായി വിടണം. ഈ ക്രിസ്ത്യാനിയും ദൈവമക്കളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരു പാരമ്പര്യ ക്രൈസ്തവ കുടുംബത്തിൽ ഒരാൾ കുടിച്ചാൽ വലിയ വാർത്തയാണോ? അല്ല. കാര്യം നോർമലി അവരെന്ത് ചെയ്യും? ഞാനൊരിക്കലും ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ ബാറിൽ നിന്നാ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. ബാറിൽ നിന്നാ. ഞാൻ അച്ഛനോട്, അച്ഛൻ കുടിക്കുമോ? ഞാൻ ഇന്ന് വരെ കുടിച്ചിട്ടില്ല. ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പിന്നെ അച്ഛൻ പറഞ്ഞു, ഇവളിച്ചിരി. എന്നിട്ട് ആ 3 അലമാരുടെ ഡോറൊന്നും തുറന്നു വന്ന് ഞാൻ നെഞ്ചത്ത് കൈവച്ചു പോയി. ഒരു പാരമ്പര്യ ക്രിസ്ത്യാനി സിഗരറ്റ് വലിച്ചാൽ തെറ്റല്ല. നല്ല കുടുംബത്തിൽ പിറന്നവരൊക്കെ വലിക്കും. രക്ഷിക്കപ്പെട്ടവൻ വലിച്ചാൽ അത് ചാനൽ വാർത്തയാവും. സഭയെ ഞങ്ങൾ കേട്ടതുമില്ല. കേട്ടു? ഞാൻ കേട്ടതില്ല. അങ്ങനെയുള്ള ഒരുത്തനെയും കേട്ടു.
പിണങ്ങരുത്. കാരണം പാപോ ഇതും കൂടെ പോകുമെന്ന് ആരും വിചാരിക്കരുത്. ഒരു പാപി പോലും സ്വർഗത്തിൽ പോകത്തില്ല. എന്നാ പാപിയെ ശുദ്ധീകരിക്കുന്നതാ യേശുവിന്റെ രക്തം. യേശു പറയാ ഞാനാ വഴി. എന്തുവാ അതിനർത്ഥം? ഞാനിവിടെ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ ഇങ്ങോട്ട് വരുന്ന വഴി ഏതാ? അപ്പം പാസ്റ്റർ എനിക്കൊരു ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നു. ഞാൻ ആ പെണ്ണിനെ ഇന്ന് വരെ കണ്ടിട്ടില്ല. അവൾ കൃത്യമായിട്ട് റൈറ്റ് ലെഫ്റ്റ് പറഞ്ഞു. ഇവിടെ കൊണ്ട് നിർത്തിവെച്ച് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. അതവൾ പറഞ്ഞില്ല. നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നെ നോക്കണം. ഈശോ വഴി പറയാൻ വന്നല്ല, ഞാനാടാ വഴി. എന്നിലൂടെ വേണം നീ സത്യത്തിലേക്ക് വരാൻ. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് രാത്രി ആത്മീയ ദൂതൂടെ പറയാം, സകല വഴി അടഞ്ഞവന് വഴിയായി ഒരുവൻ നിൽക്കുക ഇവിടെ. ഞാനാ വഴി. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൈവത്തിന്റെ ദൂത്, ഞാനാണ് വഴി. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പം മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ ഒന്ന്. ഈ ദൈവ വഴി അന്വേഷിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അവർ ദൈവമക്കൾ മാത്രമാണ്. ഒരാമയും വരുന്നില്ല. അവരന്വേഷിക്കുന്ന വഴി എന്തുവാ? എങ്ങനെയും വഴി തുറക്കാൻ അവർ പ്രാർത്ഥിക്കത്തില്ല. നിനക്ക് ഹിതമുള്ള വഴി തുറക്കണം. എത്ര പേര് ആമീൻ പറയും? ദൈവമേ, നിനക്ക് ഹിതമുള്ള വഴി തുറക്കണം. എൻ്റെ കുഞ്ഞിനെ നീ നടത്തണം. ഏത്? ദൈവത്തിന്റെ വഴിയിലൂടെ. എനിക്ക് ദൈവം ഒരു ബോധ്യം തന്നെ, റൂട്ട് വിട്ട പലതിനെ ഈ ദിവസങ്ങളിൽ തമ്പുരാ റൂട്ടിലെത്തിക്കും. വഴി തെറ്റിയ പലതിനെ ഗ്ലോറി 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 തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്തു തുടങ്ങിക്കേ. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നിനക്കെന്നോട് കൃപയുണ്ട്, നിന്റെ വഴി എന്നെ ഒന്ന്. എന്നിട്ട് പ്രാർത്ഥിക്കുക, തിരുസാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുത്. ദൈവ വഴിയുടെ പ്രത്യേകത, ദൈവം നിന്നെ നടത്തിയാൽ ആ സാന്നിധ്യത്തിൽ നടത്തും. വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? മുമ്പൊരിക്കലും പോയിട്ടില്ലാത്ത വഴിയെ കൂടെ നിന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന നാളെ ഒരാള് പറഞ്ഞു, പൈസ തന്നാണ് എല്ലാവരെയും ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതറിയാൻ വയ്യാത്തോണ്ട് ദൈവത്തിൻ്റെ അടുക്കം വരുമ്പോൾ വഴി അങ്ങ് തുറക്കുക. ഞാൻ ഇങ്ങനൊന്നും ആകുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. എൻ്റെ ജീവിതത്തിൻ്റെ വിജയം രക്ഷകനെ കണ്ടതാ. ഒരാമയും പറയണം. ഞാൻ ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരോട് പറയാം, വഴി അടഞ്ഞവരോട് പറയാം, വഴിയായവൻ ഇവിടെ ഉണ്ട്. ഓ, നിന്നെ തകർക്കുമെന്ന് വാദിച്ചവരുടെ മുമ്പില് വഴിയാകുന്നവൻ നിന്നെ നടത്താൻ പോകുകയാ. എപ്പോഴെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, കർത്താവേ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം, നിന്റെ വഴി. ഞാൻ കാട്ടാക്കട ഗ്രൗണ്ടിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പം കർത്താവിൻ്റെ വരവിൽ ആരെടുക്കപ്പെടുമെന്നായിരുന്നു പ്രസംഗിച്ച്. അതിനകത്ത് പൗലോസ്ലീഹ പറയുന്നൊരു പദമുണ്ട്, ഒരു കൃപാവരത്തിനും കുറവില്ലാതെ നിന്റെ വരവിനെ നോക്കി പാർക്കുന്നവരെ ദൈവം എടുക്കുന്നത്.
എന്തുവാ? ഒരു കൃപാവരത്തിനും. ഒരു സഭയുടെ സൗന്ദര്യം പണിയുന്ന സഭാഹോൾ അല്ല, ദൈവമക്കളിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാ. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഇതിനകത്ത് കൃപാവരങ്ങൾ ഉള്ളവർ എഴുന്നേൽക്കട്ടെ, ഇതിനകത്ത് ദൈവശക്തി ഉള്ളവർ എഴുന്നേൽക്കട്ടെ, ഇതിനകത്ത് അഭിഷേകം ജ്വലിപ്പിക്കുന്നവര്. ഗ്ലോറി. അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവോ? കർത്താവേ, കുറേ നാൾ മുമ്പ് എൻ്റെ അടുക്കൽ ഒരാളെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ മോക്ക് എങ്ങനെയും ഒരു കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ആൻറ്റി തെറ്റ, അങ്ങനെ പ്രാർത്ഥിക്കരുത്. എൻ്റെ മോക്ക് വേണ്ടി ദൈവം ഒരുക്കിയ മകനെ വിവാഹം കഴിക്കാൻ പ്രാർത്ഥിക്കണം. നേരെ അവർ പറയാം, പാസ്റ്റർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാകത്തില്ല, എൻ്റെ കൊച്ച് പെരനിറഞ്ഞ് നിൽക്കുക, എങ്ങനെയും ഒന്ന് കല്യാണം കഴിച്ചാൽ മതി. അങ്ങനെ എങ്ങനെയും ഒരു കല്യാണം തുടങ്ങും. 3 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറയാം, എങ്ങനെയും ഒന്ന് ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കാവോ? ചുമ്മാതല്ല പ്രാർത്ഥന, നീ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവം ചെയ്യും. മോശ പറഞ്ഞ പോലെ ദൈവം ചെയ്തെന്നാ ബൈബിൾ. ഞാൻ ഇന്ന് ഈ ദൂത് പറയാം. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നിനക്ക് വഴി ദൈവം തെളിക്കാൻ പോവുക, നിന്റെ സന്തതിക്ക് വഴി തെളിക്കാൻ പോവുക. നിന്റെ ചരിത്രം തിരുത്താൻ കഴിയുന്ന യേശു ഇന്ന് രാത്രി ഗ്രൗണ്ടിലുണ്ട്. ഓ ജീസസ്, യേശുവാകുന്ന വഴിയിലൂടെ പാപം ചെയ്തോണ്ട് വഴി തെളിയണേ തെളിയണേ എന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യത്തില്ല? വഴി. രക്ഷിക്കപ്പെട്ടവർക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പാപം വിടണം. വിടൂ വിടൂ, വലിയ പാടാ. വിട്ടു നോക്ക്, അപ്പം ഗുണം അറിയാം. നിന്നെ സഹായിക്കാൻ ഉലകത്തിൽ ഒരുത്തനും വേണ്ട, സഹായം മേളിൽ നിറങ്ങും. ഗ്ലോറി. എന്നോട് കർത്താവ് പറയുക, ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പാപബോധം വരുന്നെങ്കിൽ ഇന്നത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. ലംഘനം മറച്ചു വെക്കുന്നവന്. ഞാൻ ഒരിക്കല് ഒരു വലിയ കമ്പനി പ്രാർത്ഥിച്ചു തുടങ്ങാൻ ഒരു രാജ്യത്ത് ചെന്നു. അവരെന്നെ ഇവിടുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാനായിട്ട് കൊണ്ടുപോയതാണ്. കമ്പനിയുടെ ഓപ്പണിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ ആ മനുഷ്യൻ്റെ MD ഇരിക്കുന്ന റൂമിൽ ഇരിക്കുക. സുന്ദരിയായ 3 കുട്ടികൾ, പെൺകുട്ടികളാണ് ആ മെയിൻ ഓഫീസ് നിയന്ത്രിക്കുന്നത്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എന്നിട്ട് ആ നടുക്കിരിക്കുന്ന ആ കൊച്ച് സൂക്ഷിച്ചോണം, കമ്പനി അവിടെയിലായി പോകാതെ. അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണ് എപ്പോഴും ഇവിടെ തന്നെയുണ്ട്. 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്ത് പ്രസംഗം ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അവൾ കൊണ്ടുപോയെന്ന് പറഞ്ഞു കമ്പനി. ശ്രദ്ധിക്കണം, പാപം നിന്റെ മുഴുവൻ നന്മയും തകർക്കും. ദൈവമക്കൾക്ക് ദൈവം വഴി തുറക്കുന്നത് നീ പാപം വിട്ടു എന്ന ഒറ്റ വ്യവസ്ഥയിലാണ്. എനിക്ക് വേണേ പറയാം, അച്ഛാ പാപം ചെയ്ത് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരു പരുവത്തിനങ്ങ് പോയാൽ മതിയെന്ന് പറയത്തില്ല. ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കുക, പിണങ്ങിയാലും ഇണങ്ങിയാലും വേണ്ടുകയില്ല. നിനക്ക് ദൈവത്തിൻ്റെ വഴി തെളിയാൻ പ്രാർത്ഥിക്കണം. എനിക്കെന്തോ ഹോളി സ്പിരിറ്റ് എനിക്ക് ബോധ്യം തരുക, ഈ വർഷം തീരുന്നതിന് മുമ്പ് നീ ജനിച്ചിട്ട് ഇതുവരെ നടക്കാത്തൊരു മഹാത്ഭുതം യേശു തുറന്നു തരുന്നൊരു വഴിയായി. സഭാപ്രസംഗിലെ ഒരു വാക്യമുണ്ട്, വായിക്കണ്ട. അവൻ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും, നിത്യത അവരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. നിനക്ക് ദൈവം അനുഗ്രഹങ്ങൾ എത്ര തന്നാലും നിത്യത നഷ്ടമാകാത്ത അനുഗ്രഹങ്ങൾ വേണം കിട്ടാൻ.
മനുഷ്യനെ പാപത്തിലേക്ക് വലിച്ചോണ്ട് പോകുന്ന പൈശാചിക ശക്തിയാണ്. ചിലരൊക്കെ നമ്മളിങ്ങനെ വചനം പറയുമ്പോൾ കാണാം, ചിലരെ ഇങ്ങനെ പൈശാചിക ശക്തി വലിച്ചോണ്ട് പോകുന്നു. ഇന്ന് ആ പിടി വിടണം. നീ പാപിയാകരുത്. കാൺമീനം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നിനി ചില ശുശ്രൂഷ കൂടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. 25-ാം സങ്കീർത്തനം 12-ാം വാക്യം, യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും, അവന്റെ സന്തതി ദേശത്തെ കൈവശമാക്കും. ഇതെല്ലാം ദൈവം കാണിച്ചു തരുമെന്ന് ശ്രദ്ധിക്കണം. ഒരിക്കൽ, നാളെ ആ നിത്യതയെക്കുറിച്ച് ഞാൻ പറയും, ഒരിക്കൽ പാപം വിട്ടവർ യേശുക്രിസ്തുവിലേക്ക് വന്ന് അവൻ തുറന്ന വഴികൾ പല നന്മകളും അനുഭവിക്കുമ്പോൾ വീണ്ടും പാപത്തിലേക്ക് നീ പോയാൽ തുറക്കപ്പെട്ട വഴികളെല്ലാം തന്നെ അടയപ്പെടും. ഗ്ലോറി. നിനക്ക് വഴി തുറന്നത് നീ മരിക്കുന്നിടം വരെ ആ വഴി നിലനിൽക്കാനാണ്. ആ വഴി നിലനിൽക്കുകയും ചെയ്യും, അതിനൊരു മാറ്റവും ഇല്ല. പക്ഷെ ഇന്ന് ആരാധിക്കുന്ന ചിലരോട് പറയുക, പാപം വിടണം. ഒരു പാപിക്കും, ഒരാൾ പാപിയാ, അവന്റെ പാപം കഴുകുന്നത് യേശുവിന്റെ രക്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ പാപം കടിഞ്ചുമപ്പായാലും ഹിമത്തോളം വെള്ളയാക്കും. കുഞ്ഞെ, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതണം. ആരുടെ പേരാ എഴുതുന്ന? പാപിയുടെ പേരല്ല, പാപം വിട്ടവന്റെ പേര്. ഗ്ലോറി. അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് ചിരിച്ചു ചോദിച്ചേ, പേര് സ്വർഗത്തിലുണ്ടോ എന്ന് ചോദിച്ചേ. അവരല്ലേ എന്നെ നോക്കിയിരിക്കുന്ന. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്ക, പേര് സ്വർഗത്തിൽ ഉണ്ടോ? ബൈബിളിൽ വാക്യമുണ്ട്, എന്നെ വിട്ടുപോകുന്നവന്റെ പേര് മണ്ണിലെഴുതും. പേര് മണ്ണിലാണോ പേര് വിണ്ണിലാണോ? മനസ്സിലായില്ലേ? സഭാ രജിസ്ട്രി പേരുണ്ട്, സ്വർഗത്തിലില്ല, കാര്യമില്ല. സ്വർഗത്തിൽ പേര് വേണം. ഉണ്ടോ? മിണ്ടുന്നില്ല. നിങ്ങളുടെ ഉണ്ടോ? ഉണ്ടോ? എന്നെ ആരും നോക്കുന്നില്ലയോ? പക്ഷെ എല്ലാരും കുരിഞ്ഞിരിക്കുവോ? നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ടോന്ന് അച്ഛനേലും പറ. പലർക്കും ഉറപ്പില്ല. ചിലപ്പോ കാണുമായിരിക്കും. എന്റെ കാര്യം ചില കാര്യം മാറ്റാനുണ്ട്. തമ്പുരാൻ എഴുതുകയും ചെയ്യും, തുടക്കുകയും ചെയ്യും. ഇപ്പൊ ഉണ്ടോന്നാ ചോദ്യം. ഇന്ന് രാത്രി പ്രിയൻ, അതിനാ ഈ സുവിശേഷ യോഗം. പൈസ കൂടിയിട്ടാണോ? അല്ല. ഒരു യോഗമൊക്കെ നടത്തണ എത്ര ലക്ഷം രൂപ വേണം? ഞാൻ ഈയിടെ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് എത്ര ലക്ഷമായി? 13.5 ലക്ഷം ഒരു യോഗത്തിന്. അതൊരു ഭയങ്കര യോഗമായിരുന്നേ. ഇങ്ങോട്ട് നോക്ക, എന്തോ കാശ് മുടക്കുന്നേ. ഒരാളുടെ പേര് സ്വർഗത്തിൽ എഴുതാനാ. ഒരു പാപി ഇവിടെ രക്ഷിക്കപ്പെട്ടാൽ ഇന്ന് രാത്രി രോഗം സക്സസ് ആയി. ഒരു ആത്മാവിന്റെ വിലയേറിയോ? ഭൂലോകത്തെ കാട്ടിലും വിലയേറിയതാ. നാളെ നിത്യത എന്താന്ന് പറയുമ്പോ എന്താണ് സത്യം? യേശു പറയാ, ഞാനാ സത്യം. എന്തുവാ സത്യം? ഞാനാ ജീവൻ. ആ ജീവൻ എന്തുവാ? എൻ്റെ പിതാവിൻ്റെ രാജ്യം. അതെന്തുവാ? അവിടെ നമ്മൾ എത്തുവോ? എത്തിയാൽ എന്തോ ചെയ്യണം? അതൊക്കെ നാളെ ചിന്തിക്കും. ഞാൻ ഇന്ന് ഈ ദൂത് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം പറയാം. ഈ രാത്രി നിനക്ക് തരുവാ, രഹസ്യ പാപം, പരസ്യ പാപം വിടണം. വിടണം, വിടണം. ആരോടും ഏറ്റു പറയണ്ട, ദൈവത്തോട് ഏറ്റു പറയണം. ബൈബിളിൽ പറയാ, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല.
നമ്മൾ ഇച്ചിരി ശുശ്രൂഷ ചെയ്യാൻ പോകും. എല്ലാ കണ്ണും ഒരു നിമിഷം അടച്ച്. ഒരാൾ സ്വർഗത്തിൽ പോണേ, ആദ്യം അവൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം. യേശു ക്രിസ്തുവിനെ എന്തോ ചെയ്യണം? എല്ലാ കണ്ണും അടയണം. ഇതുവരെ ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് എൻ്റെ ഹൃദയം ഞാൻ യേശുവിന് കൊടുത്തിട്ടില്ല. ഇന്ന് ഞാൻ എൻ്റെ ഹൃദയം യേശുവിന് കൊടുക്കും. അങ്ങനെ പറയുന്നവർക്ക് ആ വലത് കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഉയർത്തുന്നവർ നന്നായി ഉയർത്തിപ്പിടിക്കണം. ഞാൻ പറയുന്ന പ്രാർത്ഥന എന്നോട് ചേർന്ന് നിങ്ങൾ കൈ ഉയർത്തിപ്പിടിച്ച് പറയണം, യേശുവേ, അങ്ങ് മാത്രം ദൈവമാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അങ്ങ് മാത്രം ദൈവമാണെന്ന് ഞാൻ വാ കൊണ്ട് ഏറ്റു പറയും. നിന്റെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കൈ താഴ്ത്തിയിട്ടാട്ട് കണ്ണടച്ചിരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ നിങ്ങളുടെ തെറ്റ് ഏറ്റു പറയണം. നിങ്ങളുടെ പേര് നിങ്ങൾ ഇന്ന് തീരുമാനമെടുത്തപ്പോൾ തന്നെ, യേശുവേ, അങ്ങ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അങ്ങ് മാത്രം ദൈവമാണെന്ന് ഞാൻ വാ കൊണ്ട് ഏറ്റു പറയും. അങ്ങനെ പറഞ്ഞപ്പോൾ നിന്റെ പേർ ബൈബിൾ പ്രകാരം ജീവപുസ്തകത്തിൽ എഴുതി കഴിഞ്ഞു. ഇനി ഒരു ചോദ്യം കൂടെ, കണ്ണടച്ചാട്ട്. നിന്റെ ജഡമനുഷ്യൻ മരിച്ചു. ആ മരിച്ച മനുഷ്യനെ അടക്കുന്നതാണ് ബാപ്റ്റിസം, സ്നാനം. റോമർ 6:3 സ്നാനം യേശുവിനോട് ചേരാനാണ്. മത്തായി 28:18-19 അത് ദൈവകൽപ്പനയാണ്. ഗലാത്യർ 3:27 അത് ക്രിസ്തുവിനെ ധരിക്കുന്നതാണ്. ഇതുവരെ ഞാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടിട്ടില്ല. യേശു എനിക്ക് ഒരു അവസരം തന്നാൽ ഞാൻ സ്വർഗത്തിൽ പോകാനുള്ളവനാണ്. ഞാൻ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരും. അങ്ങനെ പറയുന്നവർ കൂടെ വലത് കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. നന്നായിട്ട് ഉയർത്തിപ്പിടിക്കണം. ജീസസ്. 1, 2, 10, 20, 50, 70, 80, 100, 150 ഒന്നും അല്ല ആൾക്കാർ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗസ്ഥനായ പിതാവേ, പാപം വെറുത്ത് അങ്ങയുടെ കാൽവറി മരണത്തിൽ വിശ്വസിച്ച് അങ്ങ് യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനമേറ്റ പോലെ നിന്റെ കുഞ്ഞുങ്ങൾ സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്ന് ഞാനും യേശു ഒന്നെന്ന് പറഞ്ഞ് ജീവിപ്പാൻ തീരുമാനമെടുത്ത് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങൾ അവർ സ്നാനമേറ്റ് കർത്താവിനോട് ചേരണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ എന്നെ സ്നാനപ്പെട്ടാൽ പോരാ. സ്നാനപ്പെട്ടിട്ട് എങ്ങോട്ടേലും പോയാൽ പോരാ. വിശുദ്ധ ജീവിതം നയിക്കണം. അശുദ്ധി പാടില്ല. വിശുദ്ധ ജീവിതം നയിക്കണം. അതാണ് വചനം. ഇനി നമ്മൾ ഒന്നിച്ചെഴുന്നേക്കാൻ പോകുകയാണ്. നിങ്ങൾ ഒന്നുകിൽ ഇവിടെയുള്ള ദൈവദാസനെ കാണുക, അമ്മേ, അല്ലെങ്കിൽ ഇതിനെ സംഘാടകരെ കാണുക. അവരെ നിങ്ങൾക്ക് സ്നാനപ്പെടാനുള്ള വഴികളൊക്കെ ഒരുക്കി തരും. ഒരു ചോദ്യം, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ബൈബിളൊക്കെ താഴെ വെച്ചിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഭയങ്കര ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ ഇതുപോലെ 10 കൺവെൻഷൻ നടത്താൻ പറ്റും. കർത്താവിന് വേണ്ടി ആര് നിൽക്കുന്നുണ്ടോ? എൻ്റെ ചർച്ചിലെ ഒരു വിശ്വാസിയെ കഴിഞ്ഞ ദിവസം കാട്ടാക്കട ഒരു കൺവെൻഷൻ നടത്തിയത്. എനിക്കൊന്ന് അവർക്ക് ലക്ഷക്കണക്കിന് രൂപ, 6 ലക്ഷം, 5.5 ലക്ഷം, 6 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചെലവ് വന്നു. ഒരു കുടുംബമാണ് നടത്തി. അവരുടെ വീട് ശരിക്കും അവര് വലിയൊരു വീട് പണിയേണ്ടവരാ അവര്. പക്ഷെ അതിനെക്കാട്ടി വലുതാ ദൈവരാജ്യം. ഞാൻ ഇനി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ. രോഗികളെ മുന്നോട്ട് വിളിക്കാനോ ഉള്ള സ്ഥല സൗകര്യങ്ങൾ ഇവിടെ വളരെ കുറവാണ്. നിങ്ങൾ നിൽക്കുന്നിടത്ത് യേശു നിങ്ങളെ സ്പർശിക്കാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ. എനിക്ക് രോഗസൗഖ്യം വേണം. ഞാനൊരു കാര്യം പറയാം. ഇന്ന് ആരാധന ഞാൻ പറഞ്ഞ പാട്ട് പാടുമല്ലോ, അല്ലയോ? ജീസസ്. അതിനെ ചേർന്ന് വേണേ പാടിക്കോ, വേറെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ഒന്ന് നോക്കണം.
ഞാൻ ആ പാട്ട് കേട്ടുകൊണ്ട് വണ്ടി അവിടെ ഇച്ചിരി സ്ലോ ചെയ്യിപ്പിച്ചു. കർത്താവ്, ഇച്ചിരി സ്ലോയി വണ്ടി പോട്ടെ. ശരിക്കും ആ പാട്ട് കേട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ എപ്പോൾ കേട്ടാലും അത് സ്തോത്രം പാടാൻ തോന്നും. എനിക്ക് മൊത്തം ഒന്നും അറിയത്തില്ല, ഞാൻ പാട്ടുകാരനല്ല. ഇദ്ദേഹത്തെ പോലൊരു പാട്ടുകാരനാണോ എന്ന് ആഗ്രഹം. നിങ്ങൾ എന്നെ നോക്കണം. ഇന്ന് യേശു നിങ്ങളെ സൗഖ്യമാക്കട്ടെ. ഈ ആരാധനയിൽ ചില ശരീരങ്ങളിൽ ദുഷ്ടശക്തികൾക്ക് ഇരിക്കാൻ കഴിയത്തില്ല. അത് പക്ഷേ നിന്നെ രോഗിയാക്കിയതായിരിക്കാം, നിന്നെ ബാധിച്ച ബാധകളായിരിക്കാം, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചതായിരിക്കാം. എന്നാൽ ഇന്നത് വിട്ടുപോകണം. ഈ ഗ്രൗണ്ടിലുള്ള മുഴുവൻ പേര് സ്വതന്ത്രരാകണം. ബാഡ്ജ് ധരിച്ച ലീഡേഴ്സ് കെയർഫുൾ ആയിരിക്കണം. ഇതിനകത്ത് ഭയങ്കര ദൈവസാന്നിധ്യം വ്യാപരിക്കാൻ പോവാ. ഈ ഗ്രൗണ്ടും പന്തലും മുഴുവൻ പരിശുദ്ധാത്മ സാന്നിധ്യം നിറയാൻ പോവാ. പൈശാചിക ശക്തികൾ വഴിമാറാൻ പോവാ. ഞാൻ ആദ്യ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. രോഗസൗഖ്യം വേണമെന്ന് പറയുന്നവർ കൈ ഉയർത്തിപ്പിടിച്ച് ഒരു കൈ മറ്റേ കൈ രോഗമുള്ള ഭാഗത്തോട്ട് വെച്ച് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ചിലരെ യേശു സ്പർശിക്കുക. ഗ്ലോറി. ഇതിനകത്ത് ഒരു കൈ തളർന്നു പോയവരുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി സ്പേസിലോട്ട് വിളിച്ചോട്ടെ, ഇങ്ങോട്ട്. ഒരു കൈ തളർന്നു പോയവരുണ്ടെങ്കിൽ ആദ്യം മുന്നോട്ട് വന്നാട്ട്. എൻ്റെ ഒരു കൈ പൊങ്ങത്തില്ല ജീസസ്. അങ്ങനെയുള്ളവർ, രണ്ട് കൈയും തളർന്നു പോയവർ ഒക്കെ മുന്നോട്ട് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുകൊണ്ട് ഒരു മോള് വരുന്നുണ്ട്. മോളെ പിടിയൊക്കെ വിട്, അവൾ തന്നെ നടന്നു വരട്ടെ. വിട്ടോ, നിന്നെ യേശു തൊടിച്ച് ഞാൻ പിടിച്ചേക്കുക, പിന്നെ എന്തിനാ കൊച്ചു പിടിക്കുന്നതെന്നാ ചോദ്യം. ധൈര്യമായിട്ട് വാ. ഇന്ന് തൊട്ട് നീ ആരും പിടിക്കാതെ നടക്കാൻ പോവാ. വന്നാട്ടെ, വന്നാട്ടെ. ഗ്ലോറി. വീഴത്തില്ല, നീ ധൈര്യമായിട്ട് പോരെ. ജീസസ്, ധൈര്യമായിട്ട് പോരെ. യേശുവേ, ധൈര്യമായിട്ട് പോരെ. ആരും പിടിക്കണ്ട. ഇച്ചിരുടെ വേഗത വർദ്ധിക്കണം നിന്റെ നടപ്പിന്. ഒരു കസാരയിലും പിടിക്കരുത്. കാരണം യേശു നിന്റെ കൈക്ക് പിടിച്ചിരിക്കുക. ഇതോടെ നീ സൗഖ്യമാകും. നിന്റെ ലെഫ്റ്റ് സൈഡ് തളർന്നു പോയെങ്കിൽ ധൈര്യമായിട്ട് പോരെ. യേശുവേ, ചേരെ തൊടരുത്. യേശുവേ, ഇവിടെ കൂടെയുള്ള ആരും അവരുടെ വന്നാട്ട്. യേശുവേ, ധൈര്യമായി വന്നാട്ട്. ധൈര്യമായി വന്നാട്ട്. കൈ തളർന്നു പോയവരുണ്ടെങ്കിൽ മുമ്പോട്ട് വന്നാട്ട്. എൻ്റെ കൈ എനിക്ക് പൊക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നെ കാണിച്ചു തരുന്നവരെയാ. ശരീരത്ത് തൊട്ടാൽ അറിയാവുന്ന മുഴയുള്ളവർ കൂടെ മുമ്പോട്ട് വരാം. ബാക്കിൽ നിന്നും വരാം. ആരാ? മോള. ഇവള് എത്ര നാളായി അസുഖം വന്നിട്ട്? സംഭവിച്ചു പോയി. കൈ ചലിക്കില്ല. പിടിച്ചോണ്ടേ നടക്കാൻ പറ്റും. പെതുക്കെ പിടിച്ചോണ്ട് നടക്കത്തുള്ളൂ അല്ലേ ജീസസ്. പക്ഷെ ഇപ്പൊ അവള് പിടിക്കാതല്ലേ ഇവിടെ വരെ വന്ന്. അവള് വന്നപ്പോൾ യേശു എന്നോട് പറഞ്ഞു, ജീസസ്, ഇവള് പിടിക്കാതെ നടക്കാൻ പോവാ. ആദ്യം പിടിക്കാതെ നടക്കും കേട്ടോ. നിങ്ങൾ വരുന്നില്ലെന്ന് കണ്ടപ്പോൾ മഴ പെയ്തിട്ട് പറഞ്ഞു എല്ലാവരും അകത്തോട്ട് അടുത്തോളാൻ. കയറി വാ. ഇന്നലെ ഇതുപോലെ മഴ പെയ്ച്ചേ. നിങ്ങളുടെ മടി ദൈവത്തിനറിയാം. ശരീരത്ത് മുഴകളുള്ളവർ, തൊട്ടാൽ അറിയാവുന്ന മുഴയുള്ളവർ, സമയം വളരെ കുറവാണ്, മുമ്പിലേക്ക് വരണം. ജീസസ്, നിങ്ങൾക്ക് വരാനുള്ളൊരു സമയം വിട്ടുതരിക. ശരീരത്തിൽ വയറിൽ മുഴയുള്ളവർ, ബ്രസ്റ്റിൽ മുഴയുള്ളവർ, കയ്യിൽ മുഴയുള്ളവർ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സൗഖ്യമാക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിഭയങ്കര ബാക്ക് പെയിൻ ഉള്ളവർക്ക്, അതിഭയങ്കര നടുവിനുവേദന ഉള്ളവർക്ക് മുമ്പോട്ട് വരാം. അസ്ഥികളെ സ്പർശിക്കുന്ന ദൈവം. പുറകെ നിൽക്കരുത്, മുമ്പിൽ വരണം. കം ഫോർവേഡ്, മുമ്പിലേക്ക് വന്നാട്ട്. യേശു നിങ്ങളെ സ്പർശിക്കട്ടെ. യേശു നിങ്ങളെ സ്പർശിക്കട്ടെ. എനിക്ക് കാണാം സർജറി, ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് മാറ്റേണ്ട മുഴകളൊക്കെ ഇന്ന് കത്തി തൊടാതെ സൗഖ്യമാകുക. പല മരുന്നുകളും ഇന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ ദൈവശക്തി വ്യാപരിക്കുക ഇവിടെ. യേശു, വരുന്നവർ ആരെങ്കിലും ഉണ്ട്, വേഗത്തിൽ മുമ്പോട്ട് വരണം.
പ്രയർ തുടങ്ങിക്കഴിഞ്ഞാൽ ആരെയും മുന്നോട്ട് വരാൻ സമ്മതിക്കത്തില്ല. ഇതിനകത്ത് ദൈവശക്തി വ്യാപരിക്കാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ. യേശുവിന് മുമ്പോട്ട് ഇങ്ങോട്ട് കയറി നിന്നാട്ടം വെച്ച്. ഓ റബ്ബ ഹസ്സിനി ബിഗുഡബ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഇപ്പോൾ ഒന്ന് ആരാധിച്ച ശേഷമേ പ്രാർത്ഥിക്കത്തുള്ളൂ. കാര്യം ആരാധിക്കുമ്പം ചില ശരീരത്തിൽ നിന്ന് ദുഷ്ടശക്തികൾ നിന്നെ നശിപ്പിച്ചതൊരു പിശാച. ഇന്ന് പകൽ ആ പിശാച് നിന്റെ ദേഹത്തുണ്ടെങ്കിൽ അത് നിന്നെ വിട്ട് ഓടിപ്പോകാൻ പോവാ. ഓ ജീസസ്, നമ്മളൊന്ന് ആരാധിക്കാൻ പോവാ. ശരീരത്തിലെ മുഴകൾ മാറിപ്പോകുന്നു. ശരീരത്തിലെ മുഴകൾ മാറിപ്പോകുന്നു. ഹീലിംഗ് പവർ. ഓ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മുഴുവൻ പേരും പ്രാർത്ഥിച്ചാട്ട് 2 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് മഴയൊക്കെ പെയ്യും. മഴ പെയ്തോട്ട്, പക്ഷെ ദൈവപ്രവൃത്തി നടക്കണം ഇവിടെ. ഇതുവരെ വെളിപ്പെടാത്ത ദൈവത്തിന്റെ ഗ്ലോറി. ഓ റബല ഹദിരി ബിഗുഡബല അശുനബല ഹദിരി ബിഗുഡബല. യെസ്, നമ്മളൊന്ന് ആരാധിച്ച ശേഷം ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. റെഡിയാണോ ആരാധിക്കാൻ? ആരാധിക്കാൻ റെഡിയാണോ? മിണ്ടിയില്ല. ആരാധിക്കാൻ റെഡിയാണോ? ആ നീല ചുരിദാറിട്ട മോള് നിന്റെ അടുക്കൽ ദൈവം വന്നു നിൽക്കുന്നു. നിന്നോട് പറയുന്നു, മടക്കി വെച്ച പായ നിവർത്തിയിടുന്നത് പോലെ ചുരുണ്ട് കിടക്കുന്നതിന്റെ ജീവിതം ദൈവം നിവർത്തി തരാൻ പോവാ. നിന്റെ തൊണ്ടയിൽ ദൈവം തൊട്ടോണ്ടിരിക്കുക. കാരണം നിന്റെ തൊണ്ട നിനക്കൊരു സൗഖ്യം വേണം. അത് മുമ്പോട്ട് വന്നാട്ട് യേശുവിന്റെ കരം ചലിക്കുക. ഞാൻ വിളിക്കാൻ പോവാ ചിലരൊക്കെ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, മോനൊന്ന് കൈ ഉയർത്തടാ. നിനക്ക് നല്ല ഭാവിയുണ്ട്. നീ ചൊവ്വയൊന്ന് പ്രാർത്ഥിച്ചാൽ അന്നെനിക്കൊന്ന് കൈതാ. എന്തോ ചെയ്യുക? എഴുതിയോ? എഴുതാൻ പോവാ. +1 കഴിഞ്ഞ് +2 കയറി. നല്ല ഭാവിയാ നീ പ്രാർത്ഥിച്ചാൽ. നീ കുറച്ചുകൂടെ ഉണരണം. നിന്നെ ദൈവത്തിന് പ്രയോജനമുള്ളവനാക്കി ദൈവം മാറ്റും. മഴയുടെ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ സമയം നീട്ടുന്നില്ല. ജീസസ്, യേശുവിൻ മോളെ, നിന്റെ തൊണ്ടയിൽ കർത്താവ് തൊടുന്നേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതാ നിന്നെ വിളിച്ചത്. ഇന്ന് നീ സൗഖ്യമാകും. നമ്മളൊന്ന് ആരാധിക്കാൻ പോവാ. ശരീരത്ത് എന്നാ പറ്റി? സൗഖ്യമാകട്ടെ. ഒന്ന് ചിരിച്ചോണ്ട് നിൽക്കുക. യേശുവല്ലേ സൗഖ്യമാക്കുക. നമുക്കൊന്നിച്ച് കരങ്ങളൊന്ന് ചേർത്തടിക്കാം. പല ദുഷ്ടശക്തികളും ഒന്ന് ഇറങ്ങാൻ പോകുകയാ. ഒന്നിച്ച് പാടി ദൈവത്തെ ഒന്ന് യേശു എന്നോട് പറഞ്ഞു, നീ സ്റ്റേജിൽ നിന്ന് താഴോട്ട് ഇറങ്ങ, ഈ അപ്പച്ചനെ സൗഖ്യമാക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ അപ്പച്ചനോട് വന്ന് ചോദിച്ചു, എന്താ അപ്പച്ചൻ്റെ അസുഖം? 5 വർഷമായി എൻ്റെ വയറ്റിലൊരു മുഴയുണ്ട്. അച്ഛാ, എത്രയും വലിപ്പമുള്ള മുഴയായിരുന്നു? ഇത്രയും വലിപ്പമുള്ള മുഴ 5 വർഷമായിട്ട്. ഇപ്പോൾ ആ മുഴ അവിടെ ഇല്ല. ഉണ്ടോ അപ്പച്ച മുഴ? ഇല്ല. യേശു ഇവിടെ, ഞാൻ പറഞ്ഞല്ലോ, കത്തി കൊണ്ട് തൊടേണ്ടത് യേശു. നമ്മൾ ഒന്നിച്ചൊന്ന് ആരാധിക്കാൻ പോവാ. ഞാൻ ഇനി സ്റ്റേജിലോട്ട് കയറാം. ഒന്നിച്ച് പാടാം. എൻ മുഖം പാടില്ല, ലജ്ജിതനായി തീരില്ല, നിന്നിച്ചവരുടെ മധ്യത്തിൽ. എൻ മുഖം
ഉയർത്തും എന്റെ പ്രാണനായകൻ യേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ യേശു. അമ്മയോ മനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. കാൽക്കല്ലിൽ തട്ടാതെ, കാൽക്കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാൻ ദൂതരുണ്ട് കാവലായി. കാൽക്കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാൻ ദൂതരുണ്ട് കാവലായി. ഉള്ളം കരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. ഉള്ളം കരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. എൻ മുഖം പാടില്ല, എൻ മുഖം പാടില്ല, ലജ്ജിതനായി തീരില്ല നിന്ദിച്ചവരുടെ മധ്യത്തിൽ. എൻ മുഖം പാടില്ല, ലജ്ജിതനായി തീരില്ല നിന്ദിച്ചവരുടെ മധ്യത്തിൽ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. 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 കാൽക്കല്ലിൽ തട്ടാതെ, കാൽക്കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാൻ ദൂതരുണ്ട് കാവലായി. കാൽക്കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാൻ ദൂതരുണ്ട് കാവലായി. ഉള്ളം കാലത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. ഉള്ളം കാലത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. ഉള്ളം കാലത്തിൽ, ഉള്ളം കാലത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. ഉള്ളം കാലത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. ഉള്ളം കാലത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഉള്ളം കാലത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. ഉള്ളം കാലത്തിൽ എന്നെ വരച്ചിരിക്കുന്ന ശമനാദന വൈഡകനാദന വീരകനം ശമനാദന വൈഡകരികമനഗണഗണ വൈഡകനാദന വീരകനെ ശമനാദന വൈഡകനാദന വീരകനാദന വൈഡകനാദന ശമനാദന വൈഡകനാദന അക്കമനാദന വീരകനാദന വീരകനം ധന വൈഡകന ശമനാദന വൈഡകനാദന വീരകനാദന വൈഡകനാദന വീരകനം ശമനം ശമനാദന വൈഡകന ദുരമാനഗണം തമനം ശമനം ശമനാദന വീരകനം ധന വൈഡകനം തമനം തമനം ശമനം പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ. ദുഷ്ടശക്തികൾ വിട്ടുപോകട്ടെ. പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ. വിട്ടുപോകട്ടെ. നിനക്ക് വിടുവല, നിനക്ക് വിട്. അടിയട്ടെ, ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി.
കെട്ടടിയട്ടെ, കെട്ടടിയട്ടെ. ആര് നിന്നെ ബന്ധിച്ചോ അത് നിന്നെ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവേ